ദിവസം അടയാളപ്പെടുത്തലിന്റെ, ഓർമ്മപ്പെടുത്തലിന്റെ ദിനമാണ്. എന്താണ് ഈ ഗുഡ് ഫ്രൈഡേ ദിവസം ഓർമ്മപ്പെടുത്തുന്നത്? 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാം. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഈ ദിവസം നമ്മൾ ഓർക്കേണ്ടത്, നാം അടയാളപ്പെടുത്തേണ്ടത് ഈ വാക്യമാണ്. നിങ്ങൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, ഈ വാക്യം ഇന്നത്തെ ദിവസം ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് സ്റ്റാറ്റസ് ഇട്ടാൽ നല്ലതായിരിക്കും. കാരണം ഇന്ന് നമ്മൾ ഓർക്കേണ്ടത്, മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തേണ്ടത് 2 കൊരിന്ത്യർ 5:14-15 എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. അതുകൊണ്ട് ഇനി ജീവിക്കുന്നവർ, ഈ ഭൂമിയിലായിരിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് ജീവിക്കണം. ഇതാണ് ഇന്നത്തെ സന്ദേശം. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എന്നവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നു 15-ാമത്തെ വാക്യത്തിൽ, അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. എന്നാൽ അവൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ പേര് വേണമെങ്കിൽ ഒന്ന് പരാമർശിക്കാമായിരുന്നു. യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് എഴുതാമായിരുന്നു. ഈ 2 വാക്യത്തിനകത്തും ആരാണ് എല്ലാവർക്കും വേണ്ടി മരിച്ചത് എന്ന ആ വ്യക്തിയുടെ പേര് പൗലോസ് മനഃപൂർവ്വം എഴുതിയില്ല. കാരണം എല്ലാവർക്കും വേണ്ടി മരിച്ചവൻ ഒരാളെ ഉള്ളെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാരും ഒന്ന് പറഞ്ഞു, എല്ലാവർക്കും വേണ്ടി മരിച്ചവൻ ഒരാളെ ഉള്ളെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പേരെഴുതണ്ട. ചിലർ മരിച്ചത് വാർദ്ധക്യത്തിലാണ്, ചിലർ മരിച്ചത് അപകട മരണമാണ്, ചിലർ മരിച്ചത് രോഗം മൂർച്ഛിച്ചാണ്, ചിലർ മരിച്ചത് കൃത്യമായ ട്രീറ്റ്മെന്റുകൾ കിട്ടാതെയാണ്, ചിലർ മരിച്ചത് ആത്മഹത്യ ചെയ്തതാണ്. പക്ഷേ എല്ലാവർക്കും വേണ്ടി മരിച്ച ഒരാൾ, എല്ലാവർക്കും വേണ്ടി മരണം സ്വീകരിച്ചവൻ ഉലകത്തിൽ ഒരാളേ ഉള്ളൂ. അതുകൊണ്ട് ഈ മരണം വാർദ്ധക്യ മരണമോ അപകട മരണമോ സ്വാഭാവിക മരണമോ ഒന്നുമല്ല. ബൈബിൾ ഈ മരണത്തെ കുറിച്ച് പറയുന്നത് പകരമരണം അല്ലെങ്കിൽ പ്രായശ്ചിത്ത മരണം എന്നാണ്. ഒരു വ്യക്തി ഈ ഭൂമിയിൽ മരിക്കുന്നത് ആ വ്യക്തി മരണപ്പെടുന്നതാണ്. ആ വ്യക്തി ആർക്കും വേണ്ടി മരിക്കുന്ന ആളല്ല. മരിക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല. പക്ഷേ യേശു കർത്താവ് സ്വീകരിച്ച, യേശു കർത്താവ് മരിച്ച മരണം
ക്രൂശിലെ മരണം തനിക്ക് വേണ്ടിയുള്ള ഒരു മരണമായിരുന്നില്ല, അല്ലെങ്കിൽ അതൊരു സ്വാഭാവികമായ മരണമായിരുന്നില്ല, പകരമരണമായിരുന്നു. ഒരാൾക്ക് വേണ്ടി ഒരാൾ മരിക്കുന്നു. ഹല്ലേലൂയ. അതിന് ബൈബിൾ കൊടുത്തിരിക്കുന്ന പേര് പ്രായശ്ചിത്ത മരണം എന്നാണ്. വായ തുറന്ന് പറഞ്ഞ യേശു കർത്താവ്. എല്ലാരും പറയുന്നില്ലല്ലോ, ചൂടായോണ്ടാണോ? യേശു കർത്താവ് എനിക്ക് പകരം ക്രൂശിൽ മരിച്ചു. ഹല്ലേലൂയ. റോമർ 3:25 വാക്യത്തിൽ ബൈബിൾ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് യേശു കർത്താവിന്റെ രക്തം മുഖാന്തരം പ്രായശ്ചിത്തമാകുവാൻ. അപ്പോൾ അതൊരു പ്രായശ്ചിത്ത മരണമാണ്. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവലോകത്തിന്റെയും പാപത്തിനു തന്നെ. അപ്പോൾ എന്റെ ശാപങ്ങൾ മാറുവാൻ, എന്റെ പാപങ്ങൾ മായ്ക്കപ്പെടുവാൻ, അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കും നിത്യനരകത്തിൽ നിബന്ധിക്കേണ്ട എന്റെ ആത്മാവിന് നിത്യജീവനിലേക്കും ഒക്കെ പ്രവേശിക്കപ്പെടുവാൻ, എന്റെ ജീവിതം അനുഗ്രഹപൂർണമാകുവാൻ, ദൈവവചനം അനുശ്വാസിക്കുന്ന എല്ലാ ആത്മീയ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒരു യോഗ്യനായി തീരുവാൻ വിശുദ്ധ തിരുവെഴുത്തുകൾ നൽകുന്ന ഏറ്റവും വലിയ ആഹ്വാനം, ഉപദേശം, സത്യം എന്ന് പറയുന്നത് സർവലോകത്തിന്റെയും പ്രായശ്ചിത്തമായി. എന്റെ പിതാക്കന്മാർക്ക്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ തലമുറയ്ക്ക് കർത്താവിന്റെ വരവ് വൈകുന്നെങ്കിൽ ഇനി ജനിക്കാൻ ഇരിക്കുന്നവർക്ക് സർവ മനുഷ്യന്റെയും ശാപത്തിന്, പാപത്തിന്, രോഗത്തിന്, ബന്ധനത്തിന്, അടിമത്വത്തിന് വിമോചകൻ, വിടുതൽ നൽകുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എബ്രായർ 2:17 എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമായിരുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര ശാപത്തിന്റെ കീഴിലാണെങ്കിലും, നിങ്ങൾ എത്ര പാപത്തിന്റെ കീഴിലാണെങ്കിലും, നിങ്ങളുടെ പാപത്തിനും ശാപത്തിനും പരിഹാരമുണ്ടാകുവാൻ പ്രായശ്ചിത്ത ബലി സ്വീകരിച്ചവൻ, പ്രായശ്ചിത്തമായി പകരമരണം കൈക്കൊണ്ടവൻ, ആ മരണത്തിലൂടെ നിനക്ക് വേണ്ടുന്ന സകല വിടുതലുകളും, സകല അത്ഭുതങ്ങളും, സകല നന്മകളും നിനക്ക് ദാനമായി നൽകുന്നവൻ നമ്മുടെ മധ്യയിൽ ഉണ്ട്. ഞാൻ ഇന്നത്തെ മെസ്സേജിൽ സ്നേഹത്തോടെ പറയുന്നു, ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, അത് ഇന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എപ്പോൾ പറയും, യേശുവിന്റെ മരണം പകരമരണമായിരുന്നു. ഇവിടെ വന്ന് ഭയങ്കര ആളുകൾ ഇരിക്കുന്നവരോട്, ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് ചിന്തിക്കുന്നവരോട് ഞാൻ സ്നേഹാദരവോടെ പറയുന്നു, എന്റെ കർത്താവ്, നിങ്ങളുടെ ദൈവം, എന്റെ ദൈവം എനിക്കും നിനക്കും പകരമായി ആ ക്രൂശിൽ കയറിയില്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ ഇരിക്കാൻ നീ ഉണ്ടാകുകയില്ലായിരുന്നു എന്ന സത്യം തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ചേർന്നൊരു ആമീൻ പറഞ്ഞേ പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ വരുമ്പോൾ 6-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിനായി ജീവിക്കുന്നു. 11-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. ഇന്ന് ഈ ദിവസത്തിൽ യേശു കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിൽ വിമോചനവും വീണ്ടെടുപ്പും സ്വീകരിച്ച, രക്ഷിക്കപ്പെട്ട, ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കുവാൻ വിശ്വാസ സ്നാനം സ്വീകരിച്ച, ഈ ദൈവസഭയിൽ ആരാധനയ്ക്ക് കൂടി വരുന്ന
ഓൺലൈനിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ പ്രിയ ദൈവമക്കളെ, നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് പറയാൻ കഴിയട്ടെ, എല്ലാ മീറ്റിങ്ങുകളിലും ഞാൻ പറയുന്ന, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ദൈവത്തോട് പറയുന്ന ഒരു വാക്കുണ്ട്: എനിക്കായി മരിച്ചവനെ ഞാൻ നിനക്കായി ജീവിക്കും. ഇന്ന് ഈ ആരാധനയിൽ നിങ്ങൾ ഉറക്കം തൂങ്ങിയിരിക്കാതെ, അലസരായിരിക്കാതെ, ചുമ്മാ ആർക്കാനും വേണ്ടി എന്തേലും പറയുന്നവരെ പോലെ ആകാതെ, ചങ്കത്ത് തട്ടി കൈകൾ ഉയർത്തി വാ തുറന്ന് ആ ബാലവൃത്തം ജനവും പറയുമോ: എനിക്കായി മരിച്ചവനെ ഞാൻ നിനക്കായി ജീവിക്കും. കേട്ടില്ല? ശബ്ദം ഉയർത്തി, വായികൾ തുറന്ന് ശബ്ദം ഉയർത്തി. കഴിഞ്ഞോ? നിങ്ങൾ ക്ഷീണിച്ചോ? എനിക്കായി മരിച്ചവനെ ഞാൻ അങ്ങേക്കായി ജീവിക്കുന്നു. എനിക്കായി മരിച്ചവനെ ഞാൻ അങ്ങേക്കായി ജീവിക്കുന്നു. എനിക്കായി മരിച്ചവനെ ഞാൻ അങ്ങേക്കായി ജീവിക്കുന്നു. ഈ വാക്ക് പറഞ്ഞവർ എത്ര പേരുണ്ട്? ഈ വാക്ക് നിങ്ങൾ വാ കൊണ്ട് ഉറക്കെ സത്യസന്ധമായിട്ടാ പറഞ്ഞെങ്കിൽ നിന്റെ 1000 തലമുറയ്ക്കുള്ള വിടുതൽ നീ നിക്ഷേപിച്ചു. കാരണം ബൈബിൾ പറയുന്ന ഒരു വാക്യമുണ്ട്: അവനിൽ വിശ്വസിക്കുന്നവരാരും ലജ്ജിച്ചു പോത്തില്ല. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിച്ച, അവന്റെ കാൽവരി മരണത്തിൽ വിശ്വസിച്ച ഒരു വ്യക്തിയും ഒരു കുടുംബവും നശിച്ചു പോകത്തില്ല. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം: അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവും. വായിക്കാം പാസ്റ്ററേ. അതിക്രമങ്ങളൊക്കെ നമ്മളോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഈ സുപരിചിതത്വം ബഹുമാനത്തെ കുറയ്ക്കുന്നൊരു ഒരു പ്രോവർബ്, ഒരു ചൊല്ലുണ്ട്. ഇത് കേട്ട് 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 വായിച്ച് 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 തുടങ്ങിയപ്പോൾ തന്നെ അറിയാം അടുത്ത വാക്ക് എന്താന്നുള്ളത്. നിങ്ങളിത് ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം NKJV ബൈബിളിലും NASB ട്രാൻസ്ലേഷനിലും ഞാൻ ഇതൊന്ന് നോക്കിയപ്പം അവിടെ എഴുതിയത് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹാവിങ് cancelled out the certificate of debit consisting of decrees against us. Having cancelled out the certificate of debit consisting of decrees against us. എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരാള് അയാളുടെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി, ബിടെക്കിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഈ ബിടെക്കിന്റെ സർട്ടിഫിക്കറ്റ് അവന്റെ കയ്യിൽ ഉള്ളിടത്തോളം അവൻ ബിടെക്കുകാരനാണ്. +2 ജയിച്ച സർട്ടിഫിക്കറ്റ് അവന്റെ കയ്യിൽ ഉള്ളിടത്തോളം അവൻ +2 പാസ്സായവനാണ്. ഈ സാത്താന്യ മേഖല നിനക്കെതിരെ ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അവനൊരു സർട്ടിഫിക്കറ്റ് നിനക്ക് തന്നു. ആ സർട്ടിഫിക്കറ്റിനകത്ത് അവൻ എഴുതിയ ക്വാളിഫിക്കേഷനാ. ആരാ? നീ എന്താകുമെന്ന് പൈശാചിക ലോകം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. നിനക്ക് വിരോധവും പ്രതികൂലവുമായി എഴുതിയത്. ഒരിക്കലും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി എഴുതിയതല്ലത്. നിനക്ക് വിരോധവും പ്രതികൂലവുമായി എഴുതിയത്.
ഇത് കാലാകാലങ്ങളായി വർഷാവർഷങ്ങളായി പൈശാചിക ലോകം ഇതിനെ ഇങ്ങനെ മുതലെടുത്തോണ്ടിരുന്നതാണ്. ആ മുതലെടുത്തോണ്ടിരുന്ന ആ സർട്ടിഫിക്കറ്റിനെ, ആ എഴുത്തിനെ, ആ ലീഗൽ ഡോക്യുമെന്റിനെ കർത്താവ് നോക്കിയേ, കർത്താവ് കീറിക്കളഞ്ഞതല്ല, കീറിക്കളഞ്ഞത് ചേർത്ത് കൊണ്ടുവരാം. മാറ്റിക്കൊണ്ട് വെച്ചതല്ല, മാറ്റിക്കൊണ്ട് വെച്ചത് വീണ്ടും എടുത്തോണ്ട് വരാം. മറച്ചു പിടിച്ചതുമല്ല, മറച്ചു പിടിച്ചത് പിന്നെ ഫ്രണ്ടിൽ കൊണ്ടുവരാം. മായിച്ചു കളഞ്ഞു. യേശു അത് മായിച്ചത് വെള്ളം ഒഴിച്ചല്ല, യേശു അത് മായിച്ചത് റബ്ബർ വെച്ചല്ല, തന്റെ രക്തം വെച്ച്. നിനക്കും നിന്റെ തലമുറയ്ക്കും നിന്റെ കുടുംബത്തിനും വിരോധമായി പൈശാചിക ലോകം എഴുതിയത് വിശ്വസിക്കുന്ന ദൈവമക്കൾ നീ ആരാധനയിൽ നിൽക്കുന്നെങ്കിൽ അവർ ശബ്ദമുയർത്തി ഇത് സ്വീകരിച്ച മക്കളെ, ഇന്നത്തെ ദിവസം ഒരു വിടുതലായിട്ടേ ഇവിടുന്ന് പോകാവൂ. ഇന്നത്തെ ദിവസം എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ, എനിക്ക് വിടുവിക്കപ്പെട്ടേ പറ്റൂ, എനിക്ക് സൗഖ്യമായ പറ്റൂ. Come on church. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പൈശാചിക ലോകം നിനക്ക് വിരോധമായി എഴുതിയ സകല ഡോക്യുമെന്റുകൾ, നിന്റെ തലമുറയ്ക്ക് വിരോധമായി എഴുതിയ സകല ഡോക്യുമെന്റുകൾ, അവൻ എഴുതി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പാരമ്പര്യ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സാധാന്യ മേഖലയ്ക്ക് ഒരിക്കലും തിരിച്ചെടുത്തോണ്ട് വരാൻ കഴിയാത്ത നിലയിൽ പൈശാചിക ലോകത്തിന് വീണ്ടും കൊണ്ടുവന്ന് നിനക്കെതിരെ ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത നിലയിൽ സാധാന്യ മേഖലകൾക്ക്, ഇരുളിന്റെ ശക്തികൾക്ക്, വാഴ്ചകൾക്ക്, അധികാരങ്ങൾക്ക്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകൾക്ക് ഒരിക്കലും തിരിച്ചു കൊണ്ടുവന്ന് വാദിക്കാൻ കഴിയാത്ത നിലയിൽ നിനക്ക് വിരോധമായി എഴുതിയതിനെ തന്റെ സ്വന്തം രക്തത്താൽ, പരിശുദ്ധ രക്തത്താൽ, വിലയേറിയ രക്തത്താൽ, വീണ്ടെടുത്ത രക്തത്താൽ മായ്ച്ചു കളഞ്ഞു. ഈ ദൈവസഭയ്ക്ക് വിരോധമായും കുടുംബങ്ങൾക്ക് വിരോധമായും ആലയത്തിന്റെ പണികൾക്ക് വിരോധമായും നിന്റെ നന്മകൾക്കെതിരായും നിന്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായും ഈ പകൽ ശത്രു ഉയർത്തിപ്പിടിക്കുന്ന സകല ഡോക്യുമെന്റുകളും യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എനിക്ക് പറയാൻ കഴിയുന്നതിനൊരു പരിമിതിയുണ്ട്. ഞാൻ പല ഞായറാഴ്ചകളിലും അനുഭവിക്കാത്ത ഒരു ഭയങ്കര വിടുതലിന്റെ സാന്നിധ്യം ഇന്നിതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ഗുഡ് ഫ്രൈഡേ ദിവസം ഈ പ്രാർത്ഥനയ്ക്ക് വരാതിരുന്നത് വലിയ കഷ്ടമായി പോയി. എന്നാൽ ഈ പ്രാർത്ഥനയിൽ വന്നവരോട് പറയുന്നു, നിന്റെ ചരിത്രത്തെ തിരുത്തി എഴുതത്തക്ക നിലയിൽ ചിലത് ഇന്ന് പകൽ ആത്മതലത്തിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ ഇതിൽ റിലീസ് ചെയ്യുകയാണ്.
എവിടെ പോയി നിന്റെ ആരാധന? എവിടെ പോയി നിന്റെ വിശ്വാസം? എവിടെ പോയി നിന്റെ കയ്യടി? എവിടെ പോയി നിന്റെ പ്രാർത്ഥന? ഇന്ന് പകൽ തിരിച്ചു വാ, ആത്മാവിൽ തിരിച്ചു കയറി വാ. ഏത് പിശാചാ നിന്നെ ലോക്ക് ചെയ്ത്? പൊളിക്ക്, പൊളിക്ക്. ആ പുറകിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഓൺലൈനിൽ കാണുന്നവരുടെ ലൈവിലൂടെ ഞങ്ങളെ വാച്ച് ചെയ്യുന്നവരുടെ അവരിയ്ക്കുന്ന മുറിയിൽ ഇപ്പോൾ ഈ സാന്നിധ്യം, this presence, the power of the Holy Spirit, the power of the Holy Spirit. Hey, ക്രൂശിന്റെ ശക്തി, ക്രൂശിന്റെ ശക്തി, ക്രൂശിന്റെ ശക്തി, ക്രൂശിന്റെ ശക്തി. The power of the cross, the power of the cross, power of the cross. Oh, Jesus. Thank you, Lord Jesus. Oh, Rabakosha brakata kaya kakos. Libra kakosa brakata karamato kosa patia. Libra hashkrata perkosa brakata ya labus. Ay brakato prekesa katal prakasatal para. പൈശാചിക ലോകം നിനക്കെതിരെ എഴുതിയതിനെ പരിശുദ്ധ രക്തത്താൽ യേശു മായ്ച്ചു കളഞ്ഞ് നിനക്ക് വേണ്ടി പുതിയത് ചിലത് എഴുതി. നിന്റെ തലമുറയെ കുറിച്ച്, നിന്റെ ഭാവിയെ കുറിച്ച്, നിന്റെ ജീവിതത്തെ കുറിച്ച് പുതിയത് ചിലത് എഴുതി ഇന്ന് പകൽ നിന്റെ മുകളിലേക്ക് ആത്മതലത്തിൽ നിന്നത് കൈമാറുകയാണ്. Jesus. Amen. തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ ക്രോസ്, കുരിശ് ക്രിസ്ത്യാനിറ്റിയുടെ സിംബലായി ഇന്ന് നിലകൊള്ളുമ്പോൾ കുരിശില്ലാത്ത പ്രസംഗം, മെസ്സേജ് അല്ലെന്നാണ് ഡോക്ടർ ബില്ലി ഗ്രഹാം തന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം ക്രൂശിന്റെ വചനം എന്നാണ് വചനത്തെ പൗലോസ് വ്യാഖ്യാനിച്ചത്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും, രക്ഷിക്കപ്പെടുന്ന നിങ്ങൾക്കോ അത് ദൈവശക്തിയും. കളിയാക്കുന്നവന്, പരിഹസിക്കുന്നവന്,
കോമഡി കാണിക്കുന്നവന്, ട്രോൾ ഉണ്ടാക്കി കളിയാക്കുന്നവന് ക്രൂശിന്റെ വചനം ഭോഷത്വമായി തോന്നും. പക്ഷെ ബൈബിൾ പറയുന്നു, ഇത് വിശ്വസിച്ച് സ്വീകരിച്ചവന് അവൻ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്, അവൻ അനുഭവിക്കുന്ന ഒരു വിടുതലുണ്ട്, അവന്റെ കുഞ്ഞുങ്ങളും അവന്റെ കുടുംബവും അവന്റെ തലമുറയും അനുഭവിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്. രക്ഷിക്കപ്പെടുന്ന നിനക്കോ ഇത് ദൈവശക്തിയാണ്. ഞാൻ ക്രൂശിൽ ദൈവശക്തി കാണുന്നു. ഞാൻ ക്രൂശിന്റെ വചനത്തിൽ ദൈവശക്തി കാണുന്നു. ഞാൻ ക്രൂശിന്റെ വചനത്തിൽ ദൈവശക്തി കാണുന്നു. ഞാൻ ക്രൂശിന്റെ വചനത്തിൽ ദൈവശക്തി കാണുന്നു. ആ ശക്തി ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ യോഹന്നാൻ 19 വരുമ്പോഴേ 19 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പീലാത്തോസ് ഒരു മേലെഴുത്ത് എഴുതി ക്രൂശിന്റെ മേളിൽ പതിപ്പിച്ചു. അതിൽ നസറയനായ യേശു യഹൂദന്മാരുടെ രാജാവെന്ന് എഴുതിയിരുന്നു. അപ്പോ ഇത് പീലാത്തോസ് എഴുതിയത് തന്റെ മനോഭാവം കളിയാക്കുന്ന മനോഭാവത്തിൽ എഴുതിയതാണ്. താണ്ട കിടക്കുന്ന രാജാവ് കണ്ടോ, വസ്ത്രരഹിതനായി രക്തത്തിൽ കുളിച്ച് താണ്ടെ രാജാവ് കിടക്കുന്നു. അങ്ങനെ കളിയാക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡോടുകൂടെയാണ് ഇങ്ങനെ ഇത് എഴുതിയത്. അതിന്റെ പുറകിൽ ആളുകൾ ഉണ്ടായിരുന്നു. ഈ ചിലരൊക്കെ എഴുതുന്നത് അവരെഴുതുന്നതല്ല, ഇതിന്റെയൊക്കെ പുറകെ ആളുകളുണ്ട്. ഇത്രയും പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് മനസ്സിലായിക്കോളൂ. പൈസ കൊടുക്കാനും ഫണ്ട് ചെയ്യാനും ഡോളർ കൊടുക്കാനും ഒക്കെ ആളുകളുണ്ട്. പീലാത്തോസ് വെറുതെ എഴുതിയതല്ല, പീലാത്തോസിനെയും കൊണ്ട് എഴുതിച്ചതാണ്. മനസ്സിലായ മക്കളെ? ഇല്ലേ? പുസ്തകം വായിക്കണം. പീലാത്തോസിനെയും കൊണ്ട് എഴുതിച്ചതാണ്. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും, ഞാൻ താഴോട്ട് വായിക്കുമോ. അപ്പോ ഈ കർത്താവിനെ ക്രൂശിച്ച സ്ഥലം അന്നത്തെ കാലത്ത് ഒത്തിരി ഭാഷകൾ, പ്രത്യേകമായിട്ട് യവന ഭാഷ, എബ്രായ ഭാഷ, റോമൻ ഭാഷ, 3 ഭാഷകൾ ആ പട്ടണത്തിൽ ആ സ്ഥലത്തുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ 3 ഭാഷക്കാർ അന്നത്തെ കാലത്ത് യവന ഭാഷക്കാർ, എബ്രായ ഭാഷക്കാർ, റോമക്കാർ. റോമൻ ഗവൺമെന്റ് ആണ്, റോമൻ ആർമിയാണ്, റോമക്കാരാണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ 3 ലാംഗ്വേജിലും ഈ സാധനം എഴുതി വെച്ചു. ഒരു ഭാഷയെ മാത്രമല്ല എഴുതി വെച്ചപ്പോൾ എല്ലാവരും കാണണം, എല്ലാവരും മനസ്സിലാക്കണം എന്ന രീതിയിൽ കളിയാക്കിക്കൊണ്ട് യഹൂദന്മാരുടെ രാജാവ് എന്ന് എബ്രായ, റോമ, യവനം ഭാഷയിൽ എഴുതി വെച്ചു. ഗ്രീക്കിലും ലാറ്റിനിലും ഹീബ്രുവിലും എഴുതി. 3 ലാംഗ്വേജിൽ എഴുതി വെച്ചു, ബോർഡ് വെച്ചു മേളി. എന്നിട്ട് അതൊരു ഈ ഗോൽഗോത്ത എന്ന് പറയുന്ന ആ സ്ഥലം, അന്നത്തെ കാലത്ത് അതൊരു ഉയർന്ന പ്രദേശമാണ്. ഇപ്പോഴും ആ ചരിത്രം ആ സ്ഥലത്ത് നിലകൊള്ളുന്നു. നമ്മൾ ചെല്ലുമ്പോൾ, ഇസ്രായേലിൽ ചെല്ലുമ്പോൾ, നമുക്ക് ഈ സ്ഥലം കാണാൻ പോകുമ്പോൾ ഇതിൻ്റെ പിക്ചറുകൾ, പഴയ കാലത്തെ പടങ്ങളൊക്കെ അന്ന് താഴെ അവിടെ എല്ലാം മാർക്കറ്റും ആൾക്കൂട്ടവും ഒക്കെയുള്ള സ്ഥലമാണ് തൊട്ട് താഴെ. അപ്പോൾ ക്രൂശിൽ കിടക്കുന്ന ആളുകളെ പട്ടണത്തിലുള്ള ആ ടൗണിലൂടെ പോകുന്ന എല്ലാവർക്കും കാണാം. അതുകൊണ്ടാണ് പരസ്യമായി കാട്ടിക്കൊണ്ട് പരസ്യമായി ക്രൂശിക്കൂ. പരസ്യമായി ക്രൂശിച്ചെന്ന് പറയുന്നത്, പരസ്യ കോല കാഴ്ചയാക്കി എന്ന് പറയുന്നത് രഹസ്യമല്ലെന്നുള്ളതാണ്. എല്ലാവർക്കും കാണായിരുന്നു ക്രൂശിൽ കിടക്കുന്നത്. അപ്പോ ഇത്
പീലാത്തോസ് എഴുതി വെച്ചു, യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകയാൽ അനേകം യഹൂദന്മാർ ഈ മേലെടുത്ത് വായിച്ചു. എന്തോ മേലെടുത്ത്? ഇതാ നിങ്ങളുടെ ഗുണം. എന്തോ യേശു യഹൂദന്മാരുടെ രാജാവ്. എല്ലാരും വായിച്ചു. എല്ലാരും ഈ ബോർഡ് കണ്ടു. നഗരത്തിന് സമീപമായിരുന്നു. 21 വാക്യത്തിൽ വരുമ്പോ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ പീലാത്തോസിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്ന് പീലാത്തോസേ, പൈലറ്റെ, നിന്നെന്നെ പരിപാടിയെ കാണിച്ച യഹൂദന്മാരുടെ രാജാവെന്ന് എഴുതാനാണോ ഞങ്ങൾ പറഞ്ഞു? അപ്പൊ യുവമാരാ ഇതിന്റെ പുറകിൽ. ഞാൻ പറഞ്ഞില്ല, പുള്ളി തന്നെ ഉണ്ടാക്കിയ ന്യൂസ് അല്ല ഇത്. പുള്ളി തന്നെ എഴുതിയ എഴുത്തുമല്ല. പുള്ളിക്ക് ഇതിനകത്ത് എഴുതേണ്ട ഒരു കാര്യമില്ല, പറയേണ്ട ഒരു കാര്യമില്ല. പുറകിൽ ആളുകളുണ്ട്. അവരുടെ മെയിൻ വികാരം അസൂയാണ്, കർത്താവിനോടുള്ള ജലസി. Are you with me? എന്നിട്ട് അന്നത്തെ കാലത്ത് കർത്താവിനെ ക്രൂശിക്കുമ്പോ, നീതിമാനെ ക്രൂശിക്കുമ്പോ, 2 മഹാപുരോഹിതന്മാർ തമ്മിൽ ഭയങ്കര ബദ്ധ ശത്രുക്കളായിരുന്നു. അന്നാസും കയ്യഫ. ഇവര് തമ്മിൽ മിണ്ടുകയിലായിരുന്നു. പക്ഷെ ഒരുത്തന് പൊതുശത്രുവിന് പണി കൊടുക്കുന്ന കാര്യം വന്നപ്പോ ഇവര് രണ്ടും കൂടെ ടൈപ്പായി. ഇവരൊന്നിച്ച് പൊറോട്ട കഴിക്കാൻ പോയി, ഇവരൊന്നിച്ച് കാപ്പി കുടിക്കാൻ പോയി. എന്നിട്ട് ഇവര് തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. എൻ്റെ ശത്രു അവനാ, നിന്റെ ശത്രു അവനാ, നമുക്കൊന്നിച്ച് നിന്ന് അവനെ തീർക്കാം. അപ്പോ ഇവര് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ എഴുതാനാണോ പറഞ്ഞത്? യഹൂദന്മാരുടെ രാജാവെന്ന് എന്തിനാ സാറേ എഴുതി വെച്ചത്? അങ്ങനെ എഴുതാനാണോ പറഞ്ഞത്? അതിനാണോ ഞങ്ങൾ $1 തന്നത്? ഞങ്ങൾ പറഞ്ഞത് ഞാൻ യഹൂദന്മാരുടെ രാജാവെന്ന് അവൻ പറഞ്ഞോണ്ട് നടന്നു എന്നല്ലായിരുന്നു എഴുതേണ്ടത്. ഉടനെ പീലാത്തോസ് പറഞ്ഞത്, ഞാൻ എഴുതിയത്. ആമേൻ. പീലാത്തോസേ, നീ പണി കൊടുക്കാൻ എഴുതിയതാണെങ്കിലും നീ പറഞ്ഞത് സത്യമാണ്. കളിയാക്കാൻ ജോസഫിനെ സഹോദരങ്ങൾ തയ്യാറായി. സ്വപ്നക്കാരൻ എന്ന് വിളിച്ചു. ഇവനിപ്പോ വലിയ ആളാവും, ഇവനിപ്പോ വലിയ രാജാവാവും, ഇവനിപ്പോ വലിയ പുള്ളിയാവും എന്ന് സഹോദരന്മാർ കളിയാക്കി. ഇപ്പൊ ചിലര് നിങ്ങളോട് പറയത്തില്ല, ഓ വലിയ പ്രാർത്ഥനക്കാരി, ഇപ്പൊ കിട്ടുമോക്ക് വലിയ അനുഗ്രഹം. ഉറപ്പായിട്ടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പണ്ട് ഞാനൊരു ചെറിയ ഓഡിറ്റോറിയത്തിന്റെ മുകളിൽ ആരാധന നടത്തിക്കൊണ്ടിരുന്നപ്പോ, ഈ ടൗൺ ചർച്ച് വരുന്നതിന് മുമ്പ് 10-50 പേര് കൂടുന്ന ഒരു കൂട്ടായ്മ. അന്ന് പലരും എന്നെ കളിയാക്കി പറയുമായിരുന്നു, ഞാൻ ഈ വലിയ ഹോൾ എടുക്കും വിശ്വാസം, കുറച്ചു പേരെ വരത്തുള്ളായിരുന്നു. ഇപ്പൊ വരും അവൻ്റെ അവിടെ 1000, ഇപ്പൊ വരാൻ പോവും അവൻ്റെ അവിടെ 1000 ഇപ്പൊ വരും. താങ്ക് യു. ഇവന് പറഞ്ഞു, ഞാൻ യഹൂദന്മാരുടെ രാജാവെന്ന് ഇവൻ പറഞ്ഞുകൊണ്ട് നടന്നെന്നാണ് എഴുതേണ്ടിയിരുന്നത്, ഇങ്ങനല്ലായിരുന്നു എഴുതേണ്ടിയിരുന്നത്. പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി. ആത്മതലത്തിലെ അവൻ ജനിച്ചത് രാജാവായിട്ടാ.
അവൻ ജീവിച്ചത് രാജാവായിട്ട്, Amen. അവൻ മരിച്ചത് രാജാവായിട്ട്, അവൻ ഉയർത്തെഴുന്നേറ്റതും രാജാവായിട്ട്, ഇനി അവൻ മടങ്ങി വരുന്നതും രാജാതി രാജാവായിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആത്മതലങ്ങളിൽ the reality. പക്ഷേ വേഷത്തിൽ മനുഷ്യനായി, അവൻ ദാസനായി ഈ താണഭൂമിയിലേക്ക് വന്നു. സത്യത്തിൽ യഥാർത്ഥമായി അവൻ രാജാവായിരുന്നു. Amen. അതുകൊണ്ടാണ് അന്നത്തെ കാലത്തെ ആളുകൾ അവനെ രാജാവാക്കാൻ ഭാവിച്ചപ്പോൾ അവൻ അവരുടെ ഇടയിൽ നിന്ന് വിട്ടുമാറിപ്പോയി മലയിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ഒന്നുകൂടെ രാജാവാകാൻ മേലാത്തോണ്ട് അവൻ അറിയാം അവൻ രാജാവാകും. Amen. Hallelujah. അവൻ രാജാതി രാജാവാ, Amen. അവൻ കർത്താതി കർത്താവ്, Amen. അവൻ ദേവാതി ദേവനാണ്, Amen. അവൻ സർവശക്തനാണ്. എന്റെ യേശു അത്ഭുത മന്ത്രിയാണ്, എന്റെ യേശു വീരനായ ദൈവമാണ്, യേശു നിത്യപിതാവാണ്, Amen. യേശു സമാധാന പ്രഭുവാണ്. പ്രഭുവേ, Amen. ദൈവമക്കളെ, പക്ഷേ ഞാനും നിങ്ങളും വിടുവിക്കപ്പെടുവാൻ, എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ അവൻ ദാസനായി ഈ ഭൂമിയിലേക്ക് വന്നു. Amen. അവൻ തന്നെ താൻ ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി. നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് അവനെ നോക്കി പരിഹസിച്ച ആ ജനത, ശ്രദ്ധിച്ചു കേട്ടോണം, ആ ജനത അധികം വൈകാതെ അവൻ രാജാതി രാജാവായി മേഘരുടനായി വരുന്നത് കാണും. Amen. Thank you, precious Holy Spirit. Thank you, Jesus. നീ ആരാണ് എന്ന് നിന്നെ പരസ്യമായി കളിയാക്കിയവരുണ്ട്. നിന്നെ പരസ്യമായി കളിയാക്കിയവർ പബ്ലിക് പ്ലേസിൽ ആ ബോർഡ് കാണുകയാണ്, അവൻ യഹൂദന്മാരുടെ രാജാവ്. Amen. He's a king. Oh, thank you, Holy Spirit. He's the king. My Jesus is my king. Amen. പറഞ്ഞ യേശു എൻ്റെ രാജാവ്. യേശു എൻ്റെ രാജാവ്. Jesus is my king. അവൻ എൻ്റെ രാജാവ്. ഞാൻ ഇങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ദൈവം തമ്പുരാൻ നിനക്ക് വേണ്ടി എഴുതിയ ചിലത് നിന്റെ ശത്രുവിനെ തിരുത്തി എഴുതിപ്പിക്കാൻ പറ്റത്തില്ല. Amen. പാസ്റ്ററെ, ദൈവം നിന്നെ ഇങ്ങനല്ല അനുഗ്രഹിക്കുമെന്നും ഇങ്ങനല്ല ആക്കുമെന്നും, ടിനു പാസ്റ്ററിന്റെ മേളിൽ ഇങ്ങനെ അതെല്ലാം ദൈവം തുറക്കുമെന്നും ഇതെല്ലാം കൊടുക്കുമെന്നും തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഇനി തലയും കുത്തി നിന്നാലും അത് ആയില്ല. Hallelujah. വിശ്വസിക്കുന്ന എത്ര പേര് നിങ്ങളെ നോക്കി, നിങ്ങളുടെ മക്കളെ നോക്കി, നിങ്ങളുടെ തലമുറകളെ നോക്കി, നിങ്ങളുടെ ജീവിതത്തെ നോക്കി സ്വർഗത്തിലെ ദൈവം ഒന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇതിനെ തലയിലെഴുത്തെന്നല്ല പറയുന്നത് എന്ന് പറഞ്ഞ് ഞാൻ പറയാം, മലയാളികൾക്ക് വേണ്ടിയാ ശുശ്രൂഷിക്കുന്നത്. പറയാം, ഓ അവന്റെ ഒരു തലയിലെഴുത്ത്. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? കേട്ടിട്ടില്ലേ? അവന്റെ ഇത് തലയിലെഴുത്തല്ല, ഇത് തിരുവെഴുത്താണ്. ഇനി എല്ലാവരും കേട്ടോ, നിങ്ങൾ എന്നോട് എങ്ങനെ യോജിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എനിക്ക് അറിഞ്ഞൂടെ അങ്ങനെ ഒരു കാര്യം ഇല്ല, തലയിലെഴുത്തെന്നൊരു കാര്യമില്ല. ഞാൻ തലയിലെഴുത്തിലല്ല വിശ്വസിക്കുന്നത്, ഞാൻ തിരുവെഴുത്തിലാണ് വിശ്വസിക്കുന്നത്. എനിക്ക് വേണ്ടി എന്നെ കുറിച്ച്, എന്റെ തലമുറയെ കുറിച്ച്, എന്റെ ശുശ്രൂഷയെ കുറിച്ച് ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ഈ പുസ്തകത്തിനകത്ത് എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ അത് മുഴുവൻ എനിക്കുള്ള അവകാശമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയാണ്.
മനുഷ്യൻ എഴുതിയതിനെയൊക്കെ കർത്താവ് മാറ്റും. Amen. ദൈവം എഴുതിയതിനെ അസൂയക്കാരന് മായ്ക്കാൻ പറ്റുകയില്ല. Amen. പറ്റുകയില്ല. നീ യഹൂദന്റെ രാജാവാണെങ്കിൽ നീ മാനവകുല, യു ആർ ദ കിങ് ജീസസ്, യു ആർ ദ കിങ്, യു ആർ ദ കിങ് ഓഫ് കിങ്സ്. നീ രാജാക്കന്മാരുടെ രാജാവാണെങ്കിൽ വേറൊരു ബോർഡ് നീ വെക്കാൻ പറ്റുകയില്ല. അടുത്തിരിക്കുന്നവരുടെ പറഞ്ഞാട്ടെ, ആത്മതലത്തിൽ നിനക്കുള്ളതേ എഴുതപ്പെടത്തുള്ളൂ. ആത്മതലത്തിൽ നിനക്കുള്ളതേ എഴുതപ്പെടത്തുള്ളൂ. അത്രയേ ഉള്ളൂ മോനെ. എഴുതപ്പെടും. ആത്മതലത്തിൽ നീ എവിടെ ശുശ്രൂഷിക്കുമെന്ന ദൈവത്തിന്റെ പക്കലുണ്ട്. ആത്മതലത്തിൽ എഴുതപ്പെട്ടത്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സ്വർഗം നിനക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുള്ളൂ. ഇവിടെ താഴെ കുത്തിയിരുന്ന് ഒരുത്തൻ ഒരു ചെമ്പ് തകട് എടുത്തു വെച്ച് അതിനകത്ത് കുത്തി വരച്ചോണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒറ്റ പ്രാർത്ഥനയിൽ അത് കത്തി ശാമ്പലായി. അതുകൊണ്ട് സ്വർഗം പറയുന്നു, നിനക്ക് വേണ്ടി എഴുതിയവ. ഇത് മാറ്റാൻ പറ്റുകയില്ല. ഞാൻ കഴിഞ്ഞ തവണ ഓസ്ട്രേലിയയിൽ മീറ്റിങ്ങിന് പോയപ്പോൾ 6 വയസ്സ് പ്രായമുള്ള ഒരു മകനെയും കൊണ്ട് അവൻ്റെ അപ്പായും അമ്മായും എൻ്റെ അടുക്കൽ വന്നു. അവരുടെ കയ്യിലൊരു, അവരുടെ ബാഗിനകത്ത് നിന്ന് അവരൊരു ഫയൽ എടുത്തു. ആ ഫയൽ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇതൊന്ന് വായിച്ചു നോക്കണം. എനിക്കൊന്നും അധികം മനസ്സിലായില്ല, മെഡിക്കൽ ടേംസ് ഒന്നും അധികം മനസ്സിലായില്ല. ഓട്ടിസം എന്ന് ഞാൻ കണ്ടു. ഇന്നലെയും കഴിഞ്ഞ ദിവസം മാൾട്ടയിലുള്ള ഒരു കുഞ്ഞ്, ഞാൻ അവിടെ ചെന്നപ്പോൾ, നിങ്ങൾ എത്ര പേര് കണ്ട സാക്ഷ്യം? ആ കുഞ്ഞിന് ഓട്ടിസമാണ്, ആ കുഞ്ഞിന് ലേണിംഗ് ഡിസേബിലിറ്റി ഉണ്ട്, സംസാരിക്കുന്നതിൽ പ്രശ്നമുണ്ട്, ഒത്തിരി പ്രശ്നമുണ്ട്. പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് അവരുടെ കുഞ്ഞിനെ നോക്കി പറഞ്ഞു, നിന്റെ കുഞ്ഞ് സൗഖ്യമാകും. നിന്റെ കുഞ്ഞിനെ അവഗണിച്ചവർ പരിഗണിക്കേണ്ടി വരും. നിങ്ങളിങ്ങനെ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവർ നിങ്ങളുടെ കുഞ്ഞിൻ്റെ വിടുതൽ കാണേണ്ടി വരും എന്ന് ഞാൻ പ്രവചിച്ചു. ഞാനല്ല, എന്നിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ്. പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗത്തിൽ പ്രവചിച്ചു. ഞാൻ മാൾട്ടയിൽ ചെന്നപ്പോൾ ആ സഹോദരി, എൻ്റെ കയ്യിൽ കൂടെ ക്യാമറാമാന്മാരോ ആരുമില്ല, എൻ്റെ കൂടെ ഒരു സഹോദരൻ മാത്രമുണ്ട് ഫോണും പിടിച്ച്. ഞാനോട് പറഞ്ഞു, മോനെ ഈ സാക്ഷി ഒന്ന് എടുക്കണം, കാരണം ഒത്തിരി കുഞ്ഞുങ്ങൾ ഓട്ടിസം എന്ന പ്രശ്നത്താൽ ഭാരപ്പെടുന്നുണ്ട്, ഹൈപ്പറാൽ. ഇത് അത്ഭുത സാക്ഷ്യമാണ്. ഇത് ചുമ്മാ പറയുന്നില്ല. ആ കുഞ്ഞിപ്പോൾ നോർമൽ സ്കൂളിൽ പഠിക്കുന്നു. എല്ലാവരെക്കാൾ ഞാൻ ഈ 6 വയസ്സുകാരൻ്റെ ചരിത്രം പറയാം. കുവൈറ്റിൽ നിന്നൊരു കുടുംബം ഇവിടെ വന്ന് ഓട്ടിസം സൗഖ്യമായത് സാക്ഷ്യം പറഞ്ഞ് നിങ്ങൾക്കറിയാലോ. ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആ കുഞ്ഞിനെ നോക്കി ഒറ്റ വാക്ക പരിശുദ്ധാത്മ പറഞ്ഞു, യു വിൽ നെവർ ബി ദ സെയിം. ആ കുഞ്ഞ് ലണ്ടൻ സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ പഠിച്ച് ഇന്ന് ആ കുഞ്ഞ് അവിടുത്തെ ചർച്ചിന്റെ കീബോർഡിസ്റ്റാണ്, പാട്ടുകാരനാണ്. ആ മോൻ ഒത്തിരി വളർന്നു, ആ ചെറുക്കൻ, ആ കുഞ്ഞ് ഒത്തിരി വളർന്നു. ഇന്ന് സൗഖ്യത്തോടെ മിടുക്കനായിരിക്കുന്നു. ഈ 6 വയസ്സുകാരനെയും കൊണ്ട് വന്നിട്ട് ഈ മെഡിക്കൽ റിപ്പോർട്ട് എടുത്തിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഇത് ഞങ്ങൾ ഏകദേശം 4 മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് ഈ മീറ്റിങ്ങിന് വന്നിരിക്കുന്നത്, ഈ ശുശ്രൂഷയിൽ വന്നിരിക്കുന്നത്. ഇത് വന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സംഭവം ഇതാണ്, ഈ കൊച്ചിന് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ കൊച്ചിനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓട്ടിസമാ, ലേണിംഗ് ഡിസബിലിറ്റിയാ, AHD അങ്ങനെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ആ അപ്പനും അമ്മ കയ്യിലിരിക്കത്തില്ല, ഇങ്ങനെ അടിക്കുക, അമ്മയുടെ ചെക്കളക്കൊക്കെ അടിക്കുക. അവൻ വലിച്ചെറിയ, മടിയിലൊന്നും ഇരിക്കത്തില്ല, ഭയങ്കര ബഹളവും.
നമുക്കത് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് സങ്കടം വന്നു, ശരിക്കും ഭയങ്കര പ്രയാസം തോന്നി. എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ കുഞ്ഞിനെ വിശ്വാസത്തിൽ ഒന്ന് എഴുതിപ്പിക്കണം. 4 വയസ്സുണ്ട്. എങ്ങനെ എഴുതിപ്പിക്കണം? വിശ്വാസത്തിൽ ഒന്ന് എഴുതിപ്പിക്കണം. കാരണം അവൻ പഠിക്കാൻ പറ്റുന്ന, നോർമൽ സ്കൂളിൽ പഠിക്കാൻ പറ്റുന്ന കുഞ്ഞല്ല. ഞാൻ പറഞ്ഞു, ഇവൻ പേന പിടിക്കുവോ, പെൻസിൽ പിടിക്കുവോ? ഞങ്ങൾ പിടിപ്പിക്കാം പാസ്റ്ററെ. അവനെ എന്തൊക്കെയോ കാണിച്ച് ഇങ്ങനെ അവനെ ഒന്ന് റിലീഫാക്കി ആ സഹോദരൻ്റെ മടിയിലിരുത്തി. ഞാൻ ഇപ്പുറത്തെ കസേര ചെയറിട്ടിരുന്ന്, ഞാൻ സാധാരണ ഇങ്ങനെ കൊച്ചുങ്ങളെയൊക്കെ എഴുതിപ്പിക്കാനൊക്കെ വിശ്വാസത്താൽ അവർ ചെയ്യുന്ന കാര്യം എഴുതിപ്പിക്കാനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അതൊന്നൊരു ചടങ്ങൊന്നുമല്ല, ആചാരമൊന്നും, അവരുടെ വിശ്വാസം. എഴുതിപ്പിക്കാൻ കൊണ്ടുവരും. ഞാൻ ആദ്യം എഴുതിപ്പിക്കുന്ന യേശു ജീവിക്കുന്നു എന്നാണ്. പിന്നെ ഞാൻ ഇംഗ്ലീഷിൽ എഴുതും പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഞാൻ പറയും എല്ലാ ഭാഷകളും ഇവൻ എഴുതട്ടെ, വായിക്കട്ടെ, അതൊരു അനുഗ്രഹത്തിന്റെ വാക്കാണ്. പക്ഷെ ഞാൻ ഈ കൊച്ചിനെ കൈ പിടിച്ച് എഴുതിപ്പിച്ചെന്താണെന്നറിയാവോ? അലൻ എന്നാണ് ആ കുഞ്ഞിന്റെ പേര്. അലൻ സൗഖ്യമാകും. അവൻ ആദ്യം എഴുതിയതാ. അത് വായിക്കാനൊക്കെ ഇച്ചിരി പാടാ. കാരണം അവൻ കൈ പിടിക്കാതെ വലിച്ചു വേനയൊക്കെ വലിച്ചു മറിച്ച് കളയുക. പിടിച്ച് ആ കുഞ്ഞിന്റെ പേരൻസിന്റെ സഹായത്തോടെ എഴുതിച്ചു. ലാസ്റ്റ് ടൈം ഞാൻ ചെല്ലുമ്പോൾ ഈ സർട്ടിഫിക്കറ്റും ഞാൻ എഴുതിച്ച ബുക്കുമായിട്ട് ഇവർ വന്ന് നിൽക്കുക. ഞാൻ അതിനകത്ത് ഡേറ്റ് ഒക്കെ ഇട്ട് ഒപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നെ തുറന്ന് കാണിക്കുകയാണ്. അമ്മ സഹോദരി ഷോൾ എടുത്ത് മുഖം പൊട്ടിക്കരയാണ്. പാസ്റ്റർ എഴുതിയതാണ്, എൻ്റെ കുഞ്ഞിനെ കൈ പിടിച്ച് എഴുതിയതാണ്, അലൻ സൗഖ്യമാകും. പാസ്റ്റർ ഇന്ന് ഇവൻ നോർമൽ സ്കൂളിലാ പഠിക്കുന്നത്. അന്ന് ഇവൻ വീട്ടിൽ ചെന്നിട്ട് ആദ്യം പറഞ്ഞ വേർഡ് മിൽക്ക്, പാല്, പിന്നെ പറഞ്ഞ കൗ, ഡെസ്ക്, ചെയർ. പിറ്റേ ദിവസം തൊട്ട് അവൻ്റെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസങ്ങൾ ഉണ്ടായി, അവൻ്റെ ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, എനിക്ക് അതിനകത്ത് ഒരു മഹത്വം പറയാനില്ല. എനിക്ക് അറിഞ്ഞൂടെ എന്താ നടന്നതെന്ന്. അതാണ് എൻ്റെ അവസ്ഥ. എൻ്റെ അവസ്ഥ ഞാൻ പറയുന്നു, നമ്മൾ ഏതാണ്ട് ചെയ്തതോ സൗഖ്യമാക്കിയതോ അല്ല. പക്ഷേ ഐ നോ, എനിക്കറിയാം എൻ്റെ ദൈവം സൗഖ്യദായകനാണ്. ആരൊക്കെ എതിർത്താലും ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ ബുക്ക് എടുത്ത് കാണിച്ചു. അപ്പോ അച്ചായൻ, ആ സഹോദരൻ എന്നോട് ചോദിക്കുകയാണ്, എബി ബ്രദർ എന്നോട് ചോദിക്കുകയാണ്, പാസ്റ്റർ ഇങ്ങനെയാണോ സാധാരണ പിള്ളേരെ? ഞാൻ പറഞ്ഞു, ഇതല്ല, എന്നോട് കർത്താവ് അങ്ങനെ എഴുതാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ വാക്യം ഒന്നും ഓർക്കുന്നില്ല, ഈ വാക്യം ഒന്നും ഓർത്തല്ല, ഞാൻ ചുമ്മാ പറഞ്ഞു എഴുതിയത് എഴുതി. നടക്കാനുള്ള കാര്യമായിരുന്നത്. ഇന്ന് ആ കുഞ്ഞിനൊരു 8 വയസ്സ് 9 വയസ്സ് കാണും. അവർ ഒരു പക്ഷേ ഇന്ന് ലൈവിൽ ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കും. അവർ ഈ ചർച്ചിൽ വരും. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഞാൻ പറയുന്നു, ആത്മതലത്തിൽ നിനക്ക് വേണ്ടി. ഇപ്പൊ ആ കുഞ്ഞ് 12ാമത്തെ വയസ്സിലും 18ാമത്തെ വയസ്സിലും ഓട്ടിസം ബാധിച്ച കുഞ്ഞായിട്ട് ഇരിക്കാനല്ലായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നുള്ളത് ഒരു അഭിഷിക്തനിലൂടെ എഴുതി കർത്താവ് അവന് കൈ കൊടുക്കും. ആമേൻ. ഇങ്ങനെ പറയാൻ നിന്നാൽ എത്ര സംഭവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഈ സ്റ്റേജിൽ എത്ര സഭായോഗത്തിൽ നിങ്ങളിരുന്ന് വീശിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ? ഇങ്ങനെ ചൂട് പിടിച്ച്, ഈ സാക്ഷ്യം എപ്പോ തീരും? സാക്ഷ്യങ്ങളുടെ നീണ്ട നിരകളില്ലായിരുന്നോ? ഇന്നും ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ എന്തെങ്കിലും ഒരു അനുഭവം കർത്താവ് തന്നിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചോണം, പിശാചിന്റെ പദ്ധതികളോ, എനിക്കിത് ഫീൽ ചെയ്യുന്നു. എനിക്ക് എൻ്റെ ആത്മാവിൽ ചില കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, ഹൈപ്പർ ആക്റ്റീവായി ഓട്ടിസമായിട്ടൊക്കെയുള്ള ബന്ധത്തിൽ, ചില കുട്ടികളോടുള്ള ബന്ധത്തിലൊക്കെ ഭാരപ്പെടുന്ന പേരൻസിനോട് ഞാൻ പറയുന്നു, മക്കളെ, നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ കുഞ്ഞ് പാട്ട് പാടാനുള്ളതാണെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞ് കീബോർഡ് വായിക്കാനുള്ളതാണെങ്കിൽ,
നിങ്ങളുടെ കുഞ്ഞ് ചർച്ചിൽ ശുശ്രൂഷിക്കാനുള്ളതാണെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞിനെ അങ്ങനെ ദൈവം കണ്ടിരിക്കുന്നതാണെങ്കിൽ പിശാചിന് അവനെ ലോക്ക് ചെയ്തിടാൻ കഴിയത്തില്ല. വെളിയിൽ വരും, വെളിയിൽ വരും. ഞാനും ലിബിനും കൂടെ ടാൻസാനിയയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ബോംബെ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഒരമ്മ, ഒരു 15-16 വയസ്സ് കാണാൻ ചെറുക്കൻ, ആ കുഞ്ഞിന് ഓട്ടിസം ആണെന്ന എൻ്റെ ചിന്ത. ആ അമ്മ ആ കുഞ്ഞിനെ ഫ്ലൈറ്റിലോട്ട് കയറ്റാൻ പെടുന്ന പാട് ഞാൻ ആ കസേരയിൽ ഇരുന്ന് കാണുകയാണ്. ഞാൻ ദൈവ മുൻപാകെ, എന്നെ അറിയുന്ന ദൈവ മുൻപാകെ എൻ്റെ ഹൃദയവേദനയോടെ ഞാൻ പറഞ്ഞു, കർത്താവേ, ആ അമ്മ, അദ്ദേഹം കൊച്ചിൻ്റെ പപ്പയാന്ന് തോന്നുന്നു, നേരെ ഓടിയും പാസുമായിട്ട് അയാളങ്ങ് പോയി. ഈ കൊച്ചിനെ എന്നിട്ട് ആ സഹോദരി വരത്തില്ല, നല്ല ആരോഗ്യമുണ്ട്. ആ സഹോദരി കണ്ണ്, വാ മോനെ വാടാ, നീ ഒന്ന് വാ മോനെ വാടാ ഒന്ന്, അവനെ ചവിട്ടുക, അമ്മ ചവിട്ടുക. ഞാൻ ആ കസേര, എനിക്ക് അവരെ അറിഞ്ഞുകൂടാ, എനിക്ക് ചെന്ന് പെട്ടെന്ന് പ്രാർത്ഥിക്കാനുള്ള ആക്സസ് ഇല്ല, എയർപോർട്ടാണ്. ഞാൻ ആ കസേരയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അപ്പൊ ഇങ്ങനെ കഷ്ടപ്പെടുന്ന എത്ര അമ്മമാരുണ്ട്, എത്ര അപ്പന്മാരുണ്ട്. നിങ്ങൾക്കിത് മനസ്സിലാകത്തില്ല. നിങ്ങൾക്ക് ഊനമില്ലാത്തത് കിട്ടിയല്ലോ, നിങ്ങൾ മിണ്ടണ്ട, നിങ്ങൾ നന്ദിയും പറയണ്ട. പക്ഷെ എത്ര അപ്പന്മാർ, എത്ര പേര് കഷ്ടപ്പെടുന്നുണ്ടെന്നറിയാവോ? ഇതൊക്കെ അകത്ത് കമ്പാഷൻ ഉള്ളവർക്ക്. എനിക്കൊരു രോഗിയെ കണ്ടാൽ കരച്ചിൽ വരും. ഞാൻ കഴിഞ്ഞ ദിവസം DGS ദിനകരൻ അങ്കിളുടെ ഭവനത്തിൽ ചെന്നൈയിൽ പോൾ ദിനകരൻ ബ്രദറുമായി, ആ കുടുംബവുമായി സമയം ചെലവഴിച്ചു. ഞാൻ DGS ദിനകരൻ അങ്കിളിന്റെ വൈഫിനോട്, സിസ്റ്റർ സ്റ്റെല്ല ദിനകരനോട്, ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി 87 വയസ്സുണ്ട് അമ്മച്ചിക്ക്. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി, എന്തായിരുന്നു DGS ദിനകരൻ അങ്കിളുടെ ഏറ്റവും വലിയ സീക്രട്ട് പ്രത്യേകത? ഓ പപ്പാ, പുള്ളിക്കാരോ പപ്പാ, എന്നാ ജപം, കാലയിലെ ജപം, മാലയിലെ ജപം, രാവിലെയും വൈകിട്ടും എല്ലാം പ്രാർത്ഥനയാ, പുള്ളി എപ്പോഴും പ്രാർത്ഥനയാ. ഞാൻ പറഞ്ഞു, ഇത്രയും രോഗികൾ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ സുഖം പ്രാപിച്ചിട്ടുണ്ട് അമ്മ. ഇത്രയും ആളുകൾ എങ്ങനെയാണ് പ്രോപ്പറായി ഹീലിംഗ് ഉണ്ടായത്? എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ, രോഗിയെ കാണുമ്പോൾ, കട്ടിലെ കിടക്കുന്നവനെ കാണുമ്പോൾ, ക്ഷീണിച്ച് ബലഹീനനായിരിക്കുന്നവനെ കാണുമ്പോൾ പുള്ളിയുടെ കണ്ണ് നിറയാൻ തുടങ്ങും. ആ ഒരു കമ്പാഷൻ, ഇത് ഞാൻ യേശുവിലാണ് ഞാനിത് ആഴമായി കണ്ടത്. അവൻ ആ കുഷ്ഠരോഗിയെ കണ്ട് മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. ഞാൻ ആ ബോംബെ എയർപോർട്ടിന്റെ ചെയറിലിരുന്ന് ഞാൻ കരഞ്ഞു, എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിയ. എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്, അടുത്ത് ചെല്ലണം. പക്ഷെ നമുക്കറിയത്തില്ല, നമുക്ക് അവരെ പരിചയമില്ല, ഇനി അതിന് വേറെ കാര്യമാക്കണ്ട. ഞാൻ അവിടെ ഇരുന്ന് കണ്ണടച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് ആ കുഞ്ഞിനെ പരിചയമില്ല, പക്ഷെ ആ അമ്മ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, ആ അമ്മ അവനെ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. കർത്താവേ, നീ അവനെ സൗഖ്യമാക്കണേ. ഞാൻ പറയുന്നത് എൻ്റെ ദൈവം കേട്ടോണ്ടിരിക്കുക. ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പോഴത് ആ രംഗം കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നു. മണിക്കൂറുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും, ഇന്ന് വെളുപ്പിനെ 3 മണിക്കാണ് ഞാൻ എറണാകുളത്ത് നിന്ന് വന്നേ. മണിക്കൂറുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും, ഇത്രയും യാത്രകൾ ചെയ്യുന്നതും, ജനത്തെ മുഴുവൻ കാണാൻ ശ്രമിക്കുന്നതും പ്രാർത്ഥിക്കാൻ നിൽക്കുന്നതും ഒക്കെ നിങ്ങൾക്കറിയാം, ഭൗതികമായ ഒരു നേട്ടത്തിനുമല്ല. അങ്ങനെ പറയാൻ ഈ ഓൺലൈനിൽ കാണുന്നവർക്കോ ഇവിടെ ഇരിക്കുന്നവർക്കോ സാധിക്കത്തില്ലെന്നറിയാം. നിങ്ങളതിൻ്റെ സാക്ഷികളാണ്. എന്താണ് അതിൻ്റെ കാരണം? ഇത് കാണുമ്പോൾ അകത്ത് വരുന്ന ഒരു കമ്പാഷനുണ്ട്. രക്ഷിക്കപ്പെടാത്തവനെ കാണുമ്പോൾ, ഒരു മദ്യപാനിയെ കാണുമ്പോൾ, ഒരു രോഗിയെ കാണുമ്പോൾ, ഒരു പ്രതിസന്ധിയിൽ ഇരിക്കുന്നവനെ കാണുമ്പോൾ, ഒരു വേദനയിൽ ഇരിക്കുന്നവനെ എല്ലായിടത്തും ഓടിയെത്താൻ കഴിയുന്നില്ല. ഞാനൊരു മനുഷ്യനാണ്. പക്ഷെ എൻ്റെ അരികിൽ വരുമ്പോൾ, ഞാൻ കാണുമ്പോൾ അകത്ത് പെടയും, എൻ്റെ ഉള്ളം പെടയും. ഞാനൊരു സാധാ മനുഷ്യനാ, ഒത്തിരി കുറവുകളുള്ള ഒരാളാണ്. ഞാൻ പൂർണ്ണനൊന്നുമല്ല. എൻ്റെ ഹൃദയം ഇങ്ങനെയാണെങ്കിൽ, ഈ പരിശുദ്ധാത്മാവ് വസിക്കുന്ന കർത്താവിൻ്റെ ഒരു മകനായ എൻ്റെ ഹൃദയം ഇതാണെങ്കിൽ, എൻ്റെ അപ്പ എന്നായിരിക്കും, എൻ്റെ അപ്പ എന്നായിരിക്കും. പ്രയോജനപ്പെടണം.
നിങ്ങളുടെ ശുശ്രൂഷയുടെ രോഗികൾ സൗഖ്യമാണോ? അനേകർ വിടുവിക്കപ്പെടണോ? ഇതിനെ ഒരു ഉപജീവനമായി കാണാതെ, ആള് കളിച്ച് നടക്കാതെ, ഉഴപ്പാതെ, ഇതിനെ ഒരു സൈഡ് പരിപാടിയായി കാണാതെ, ജീവിതം മുഴുവൻ അതിനകത്തിട്ട് നിന്റെ സമയവും പൈസയും ആരോഗ്യവും ലൈഫും മുഴുവൻ അതിനകത്തിട്ട് നിന്റെ അകത്ത് കത്തുന്ന ആ കമ്പാഷൻ ഉണ്ടല്ലോ, എനിക്കിപ്പോ ഇത് കയറി വന്ന എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ആർക്കോ വേണ്ടി സംസാരിച്ചതാണ്. ഞാൻ ക്രൂശിൽ കാണുന്നത് ആ കമ്പാഷൻ. പെടയുമ്പോഴും തകരുമ്പോഴും വേദനിക്കുമ്പോഴും ഒടയുമ്പോഴും ഒരു ഇറച്ചിക്കടയിൽ മാംസക്കഷ്ണം തൂക്കിയിട്ടിരിക്കുന്നത് പോലെ എന്റെ അരുമനാഥൻ കാൽവറി ക്രൂശിൽ കിടക്കുമ്പോഴും നിന്റെ ചിത്രമായിരുന്നു അവന്റെ ഉള്ളിൽ. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. ന്യായപ്രമാണത്തിന്റെ കടപ്പത്രം അവൻ കീറിക്കളഞ്ഞു. ഒന്ന് പ്രാർത്ഥിച്ച് പക്ഷെ ഞാൻ ചുമ്മാ പറയുമല്ല, വെറുതെ ഒരു പ്രസംഗത്തിന്റെ ഇടയിൽ വന്നൊരു തോട്ടല്ല ഇത്. എനിക്ക് ഈ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് സെൻസ് ചെയ്യാൻ പറ്റും കുറച്ചൊക്കെ. ഞാൻ പൂർണ്ണനൊന്നും അല്ല, എങ്കിലും എനിക്ക് ദൈവം ദൈവികമായ ചില ഇടപെടലുകൾ എനിക്ക് ഫീൽ ചെയ്യും. പ്രാർത്ഥനയിൽ അത് കർത്താവ് എനിക്ക് മനസ്സിലാക്കി തരും. അങ്ങനെ അനുഭവമുള്ള ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്കറിയാം, ചില വാക്യങ്ങൾ ബൈബിൾ ഇങ്ങനെ തുറന്ന് വായിക്കുമ്പം മേളിലും താഴെയൊക്കെ കുറേ വായിച്ചെങ്കിലും ചില വാക്യം അതിനകത്ത് ഒരു വാക്ക് കയറി വന്നപ്പം കണ്ണങ്ങ് നിറഞ്ഞു. അത് നിങ്ങളിലേക്ക് ഇങ്ങനെ ചാടി വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. ഇതുപോലെ എന്നോട് കർത്താവ് പറയുന്ന, മോനെ ഈ ജനത്തോട് പറ, ക്രൂശിൽ കാണുന്നത് സ്നേഹമാണ്, ക്രൂശിൽ കാണുന്നത് ദയയാണ്, കമ്പാഷനാണ്. എന്റെ ജനത്തിന് ഇന്നില്ലാത്തത് ഇതാണ്, എന്റെ ജനത്തിന് ഇന്നില്ലാത്തത് ഇതാണ്. ഒന്ന് കരമുയർത്തി പ്രാർത്ഥിച്ചേ. അപ്പാ, എന്റെ സഹജീവികളോട്, എന്റെ സഹപ്രവർത്തകരോട്, എന്റെ കൂട്ടുവേലക്കാരോട്, എന്റെ സഹോദരങ്ങളോട്, എന്റെ സഭയോട് നീ എന്നെ കർത്താവേ, ഒരു നല്ല ഹൃദയം പ്രാർത്ഥിച്ചേ ആത്മാവിൽ പ്രാർത്ഥിച്ചേ. സിജോ പാസ്റ്ററെ മൈക്ക് കൊടുത്തേ, ഒന്ന് പ്രാർത്ഥിച്ചേ പാസ്റ്ററെ. അതിനു വേണ്ടി മൈക്കിലൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ, ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പാ, അങ്ങ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ സഹജീവികളോട് സഹതപിക്കാൻ കഴിയുന്ന ഒരു മനസ്സ്, അവരുടെ വേദന കാണുമ്പോൾ കർത്താവേ ഞങ്ങളുടെ മനസ്സിലും ആ വേദന ഉണ്ടാകണം. ഒരു രോഗിയെ കാണുമ്പോൾ കർത്താവേ ഒരു സൗഖ്യമാകേണ്ടതിനായുള്ള തോന്നൽ, ആഗ്രഹം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതിനായി, ആ കമ്പാഷൻ ഞങ്ങളിലും ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നപ്പാ. ബെഥെസ്ദാ കുളക്കരയിൽ 38 വർഷം രോഗിയായി കിടന്നവനെ കണ്ടപ്പോൾ അങ്ങയുടെ മനസ്സലിഞ്ഞു, അങ്ങ് അവനെ സൗഖ്യമാക്കി. കർത്താവേ, ഞങ്ങളിലെല്ലാം ആ മനസ്സലിവുണ്ടാകട്ടെ കർത്താവേ. ഞങ്ങളുടെ എല്ലാ ഹൃദയങ്ങളിൽ ആഴമായ മനസ്സലിവുണ്ടാകട്ടെ കർത്താവേ. മനസ്സലിവുള്ള ഹൃദയത്തോടെ അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, അനേകർക്ക് വേണ്ടി കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. Thank you Jesus. Thank you Jesus for that. In Jesus name. കൈകൾ ഉയർത്തി കർത്താവിനെ നന്ദി പറഞ്ഞു. Amen. Hallelujah. റോമർ 5-6, 7, 8, 9 വാക്യങ്ങൾ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷെ മരിക്കാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ
നമുക്ക് വേണ്ടി പറഞ്ഞ് എനിക്ക് വേണ്ടി മരിക്കുകയാൽ തന്റെ സ്നേഹം ക്രൂശിൽ പ്രദർശിപ്പിച്ചു. ഈ ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ ഒറ്റ വാക്കിൽ ഞാനത് പറഞ്ഞു നിർത്താം. മക്കളെ, ഈ കൊടും ചൂടത്ത് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ ഈ സർവീസിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ വന്നത് നമുക്ക് പ്രയോജനമാണ്ടേ. ഈ ഞായറാഴ്ച അസാധാരണ വിടുതലിന്റെ ഒരു സൺഡേ ആയിരിക്കും. പക്ഷെ ഇന്ന് ഈ ദിവസം കർത്താവ് നിങ്ങളെ അറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യം സ്നേഹം പ്രകടമാക്കാനുള്ളതാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ സ്നേഹം പ്രകടമാക്കാനുള്ളതാണ്. സ്നേഹം പ്രകടമാക്കാനുള്ളതാണ്. എല്ലാരും പറഞ്ഞില്ല, സ്നേഹം പ്രകടമാക്കാനുള്ളതാണ്. സ്നേഹം പ്രകടമാക്കാൻ. ഇപ്പുറത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് മനസ്സിൽ കൊണ്ടു നടക്കാനുള്ളതല്ല, മനസ്സിൽ കൊണ്ടു നടക്കാനുള്ളതല്ല, സ്നേഹം പ്രകടമാക്കാൻ. ഏകദേശം മലയാളികൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം സ്നേഹം ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവരാണ്. പിന്നെ അവർക്ക് ആ വ്യക്തിയോടുണ്ടായിരുന്ന സ്നേഹം അവർ പറയുന്ന സമയത്ത് ആ പുള്ളിക്ക് ജീവനും കാണുകയില്ല. മനസ്സിലായല്ലോ എപ്പോഴാ പറയാൻ വരുന്നതെന്ന്? ശവമടക്കിന് വരുമ്പോ പറയും, കുഞ്ഞുട്ടിച്ചാൻ നല്ലവനായിരുന്നു, എനിക്ക് ഒരുപാട് നന്മ ചെയ്തവനായിരുന്നു, എൻ്റെ ഹൃദയത്തിൽ കുഞ്ഞുട്ടിച്ചാനോട് ഒരു വല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്നു. നീ എന്തിനാടാ നീ അവിടെ വന്ന് ഇതൊക്കെ പറയുന്നേന്നുള്ളതാണ് എൻ്റെ ചിന്ത. അങ്ങാര് ജീവിച്ചിരുന്ന സമയത്ത് ഈ ശവത്തിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടുവച്ച പൂവ് വട്ടത്തി പരത്താതെ ഒറ്റക്കമ്പേലാക്കി അയാളുടെ കയ്യിലോട്ട് കൊണ്ടു കൊടുത്ത് ഇത് പറഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് ഒരു കൊല്ലവും കൂടെങ്കിലും കുറഞ്ഞത് എക്സ്ട്രാ ആയിട്ട് ജീവിച്ചതിനായിരുന്നു. ഞാൻ വീണ്ടും പറയാം, ഭർത്താവിനോടുള്ള സ്നേഹം, ഭാര്യയോടുള്ള സ്നേഹം, മക്കളോടുള്ള സ്നേഹം, നിങ്ങളുടെ മീതെയുള്ള നിങ്ങളെ നയിക്കുന്നവരോടുള്ള സ്നേഹം, നിങ്ങളുടെ സഹജീവികളോട് സഹപ്രവർത്തകരോടുള്ള സ്നേഹം നിങ്ങൾക്ക് പ്രകടമാക്കാൻ പറ്റണം. ഒന്ന് കൈ കൊടുക്കുന്നത് സ്നേഹത്തിന്റെ പ്രകടനമാണ്. ഒന്ന് വർത്താനം പറയുന്നത് സ്നേഹത്തിന്റെ പ്രകടനമാണ്. ഒരു സന്തോഷത്തിന്റെ വാക്ക് പറയുന്നത് സ്നേഹത്തിന്റെ പ്രകടനമാണ്. ഒരു സമ്മാനം കൊണ്ട് കൊടുക്കുന്നത് സ്നേഹത്തിന്റെ പ്രകടനമാണ്. അപ്പനെ അമ്മയും പരിപാലിക്കുന്നതും അവർക്കൊരു നന്മ ചെയ്യുന്നതും സ്നേഹത്തിന്റെ പ്രകടനമാണ്. സ്നേഹം, വീണ്ടും പറയുന്നു, ഈ വാക്കുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാം, യേശുവിനെ പോലെ അങ്ങനെ ജീവിക്കാം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ സാത്താനെ പോലെ തുടരാം. യേശുവിനെ പോലെ ജീവിക്കാൻ കഴിയണമെങ്കിൽ അവൻ സ്നേഹം പ്രകടമാക്കി, അത് പ്രദർശിപ്പിച്ചു. പലപ്പോഴും നമ്മൾ പറയത്തില്ല ആ സ്നേഹത്തെക്കുറിച്ച്. നിങ്ങളുടെ ഭാര്യയോട് പറയണം, നിങ്ങളുടെ ഭർത്താവിനോട് പറയണം, നിങ്ങളുടെ മക്കളോട് പറയണം. അവരൊരു നന്മ ചെയ്താൽ പറയണം. എല്ലാത്തിനും കംപ്ലൈന്റ് പറയും. ഞാൻ ഓർക്കുമായിരുന്നു, പല സന്ദർഭങ്ങളിലും ദൈവം തരുന്നൊരു ഊർജം, ദൈവം തരുന്നൊരു ബലം കൊണ്ടാണ് ദൈവകൃപയാൽ ഞങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല. കാരണം പലപ്പോഴും ഒരു മീറ്റിംഗ് കഴിയുമ്പം ഒരു മെസ്സേജ് പോലും പലരും അയക്കുകയില്ല. യൂട്യൂബിനകത്തൊക്കെ പ്രസംഗം കേട്ട ചില ദൈവമക്കൾ ഇന്നത്തെ മീറ്റിംഗ് ബ്ലെസ്സിങ് ആയിരുന്നു പാസ്റ്റർ, ഇന്നത്തെ മെസ്സേജിലൂടെ കർത്താവ് എന്നോട് സംസാരിച്ചു, കർത്താവിൻ്റെ ആത്മാവ് വചനത്തിലൂടെ ഇടപെട്ടു എന്നൊക്കെ അയക്കുമ്പം ഈ മീഡിയയിലെ കുഞ്ഞുങ്ങൾ ചിലതൊക്കെ സ്ക്രീൻഷോട്ട് അടിച്ച് എനിക്ക് അയച്ചു തരും. പാസ്റ്റർ, ഇന്നത്തെ മെസ്സേജിൽ ഒരു സഹോദരി അയച്ചിരിക്കുന്നു, അവരോട് ഈ ശുശ്രൂഷ അവർക്കൊരു അനുഗ്രഹമായിരുന്നു. അത് കാണുമ്പോൾ ഒത്തിരി പേരില്ല, ചില ആളുകൾ, പിന്നെ നമ്മുടെ ഈ ചർച്ചിൽ ആയിരക്കണക്കിന് ആളുകളൊക്കെ ഉണ്ടെങ്കിലും ചില ആളുകൾ, വിരളയിലെണ്ണാകുന്ന ചില ആളുകൾ, പാസ്റ്റർ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഇത്രയും യാത്ര ചെയ്ത് ഇത്രയും ഉറക്കളച്ച് ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിച്ചതിന് നന്ദി. ഇത് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞാൽ ഞാനതൊരു ബോണസായി, ഓണത്തിനൊക്കെ ബോണസ് കിട്ടുമല്ലോ, പറഞ്ഞാൽ ഞാനതിനെ ബോണസായി മാത്രം കാണുന്നു. എനിക്ക് പ്രതിഫലം ദൈവമാണ് വെച്ചിരിക്കുന്നത്. അന്നേരമെങ്കിലും അസൂയപ്പെടരുതെന്നൊരു ആഹ്വാനം, ഒരു സ്നേഹത്തോടുള്ള ഒരു ഉപദേശം ഇതിനകത്തുണ്ട്. ചേർന്നൊരു ആമീൻ പറഞ്ഞാട്ടെ. പക്ഷെ പറയണം എൻ്റെ ഉള്ളത്തിൽ നിങ്ങളുടെ മക്കളോട് പറയണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ
അടുത്ത് വിളിച്ചിരുത്തി. ഇത് ഈ ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോ ഉള്ളതും കൂടെ എടുത്തു കളയുന്നൊരു വാക്യമുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടോ? അതിൻ്റെ ഒരു ഭാഗം ഞാൻ മനസ്സിലാക്കിയ ഒരു ഭാഗം പറയാം. നിങ്ങൾക്കൊക്കെ ഒത്തിരി അർത്ഥങ്ങൾ അറിയാമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു ഭാഗം, ഈ ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്നുള്ളതുകൂടെ എടുത്തു കളയെന്ന് വെച്ചാൽ $1000 ഉള്ളവന് $1000 കൂടെ കൊടുക്കും, $1 ഇല്ലാത്തവനെ ഞാൻ പട്ടിണിക്ക് ഇടുവെന്നല്ല അതിൻ്റെ അർത്ഥം. അത് ഞാൻ അതിൻ്റെ വിവിധ പരിഭാഷകൾ വായിക്കുമ്പോൾ അത് ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചുമാണ് പറയുന്നത്. നന്ദിയുള്ളവന്, റെസ്പോണ്ട് ചെയ്യുന്നവന്, നന്ദിയുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവന് ഞാൻ കൊടുക്കും. ഇതൊരു ഭയങ്കര സത്യമാണ്. ആ നന്ദി കെട്ടവന് ഞാൻ കൊടുക്കുകയില്ല. ഇത് ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ വാതിൽ അടച്ചു കളഞ്ഞത്, നിങ്ങളെ ന്യായം വിധിച്ചത് നിന്റെയൊക്കെ പിറുപിറുപ്പ് കാരണമാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു ഉദാഹരണം, സന്തോഷം ഒന്ന് മുന്നിലേക്ക് വന്നേ പാസ്റ്റർ. ഞാൻ ഈ സന്തോഷ് പാസ്റ്ററിന് ഒരു പേന കൊടുത്തെന്നിരിക്കട്ടെ. ഒരു പേന കൊടുത്തു. സ്തോത്രം. സന്തോഷ് പാസ്റ്റർ ആ പേന സ്നേഹത്തോടെ മേടിച്ചിട്ട്, താങ്ക് യു പാസ്റ്റർ, താങ്ക് യു, നന്ദി പാസ്റ്റർ. 2 ദിവസം കഴിഞ്ഞിട്ട് സന്തോഷം വീണ്ടും എനിക്ക് മെസ്സേജ് അയക്കുക, ടിനു പാസ്റ്റേ നല്ല പേനയാ കേട്ടോ, നല്ല എഴുതാൻ നല്ല സുഖം. അത് കഴിഞ്ഞ് വീണ്ടും സന്തോഷിനെ അടുത്ത മീറ്റിങ്ങിൽ കണ്ടപ്പോൾ ആ പോക്കറ്റിൽ പേന ഇരിക്കുന്ന കണ്ടു. സന്തോഷം വീണ്ടും പറയുക, പാസേ പേനയാ. ഞാൻ ഉറപ്പായിട്ടും അടുത്ത തവണ എൻ്റെ കയ്യിൽ എന്തേലും ഒരു സാധനം കിട്ടിയാൽ ഞാൻ ഇവൻ്റെ മുഖമായിരിക്കും ഓർക്കും. കാരണം അവൻ്റെ ആ ഗ്രാറ്റിറ്റ്യൂഡ് നിമിത്തം, ആ നന്ദിയുള്ള ഹൃദയ നിമിത്തം എനിക്ക് പിന്നെയും അവന് കൊടുക്കാൻ തോന്നും. എനിക്ക് പിന്നെയും അവന് കൊടുക്കാൻ തോന്നും. എൻ്റെ കയ്യിൽ എന്നാ സാധനം കിട്ടിയാലും അത് സന്തോഷിന് കൊടുക്കാം. എനിക്കത് ഫീൽ ചെയ്യും. അത് അടുത്തത് പറയട്ടെ. അതേസമയം ഒരു പേന കൊടുത്തു. ആ പേന മേടിച്ചിട്ട് പേന കൊണ്ട് പോയിട്ട്, എൻ്റെ കയ്യിലൊക്കെ ഇതൊക്കെ ഉണ്ടായിട്ട് എനിക്ക് 50 രൂപയുടെ പേനയാ തന്നെ കൊണ്ട് കളഞ്ഞു. ഞാൻ അടുത്ത ദിവസം നോക്കിയപ്പോൾ ആ പേന വേറൊരുത്തൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നു. കാരണം സന്തോഷം ഇത് ഇഷ്ടപ്പെട്ടില്ല. സന്തോഷം അത് എന്ത് ചെയ്തു? വേറൊരുത്തന് കൊടുത്തു. ചുമ്മാ പുള്ളിയുടെ ഈ പേന എവിടുന്ന? അത് ഇന്നലെ സന്തോഷ് പാസ് തന്നാ, പുള്ളിക്ക് ഈ പേന പിടിച്ചില്ല. നിന്റെ ആയുസി പിന്നെ ഒരു സാധനം, പിന്നെ നിന്റെ ആയുസിൽ ഒരു സാധനം എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയമുള്ളവർക്ക് ഉള്ളവന് ഞാൻ കൊടുക്കും. ഇപ്പുറത്ത് എഴുതിക്കും, നന്ദി ഉള്ളവന് ഞാൻ കൊടുക്കും. നന്ദി കെട്ടവന്റെ കയ്യിൽ നിന്നുള്ളതൂടെ ഞാൻ എടുത്തു കളയും. ഹല്ലേലൂയ. ചേർന്ന രാമീൻ പറഞ്ഞാട്ടെ. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇന്നിവിടെ ഉണ്ടാകണം. സ്നേഹം കൊടുക്കണം, സ്നേഹം പ്രകടമാക്കണം, നന്ദിയുള്ള ഹൃദയം ഉണ്ടാകണം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം വളരെ തിരക്ക് പിടിച്ച സമയത്ത് പെരുമ്പാവൂര് ഒരു വീട്ടില് ബാവുച്ചെറിയാൻ പാസ്റ്ററിന്റെ അവിടെ അന്ന് അവരുടെ ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ പോയപ്പോൾ അവരുടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു. പോയ വഴിക്കൊന്ന് കയറണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും എറണാകുളത്ത് നിന്ന് എനിക്ക് എയർപോർട്ടിലോട്ട് പോകണം. അന്ന് എൻ്റെ ഫ്ലൈറ്റ് മിസ്സായിപ്പോയി. അന്ന് ഈ ഫോഗായിരുന്നു. എന്തുവാ പറയുന്നത്, ഈ നെടുമ്പാശ്ശേരി ഇന്ന് ഫ്ലൈറ്റ് പോയില്ല. പാസ് ഓർക്കുന്നു ആ ദിവസം? പാസ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഡൽഹി പോയപ്പോൾ. പിന്നെ ഡൽഹി പോയപ്പോൾ അപ്പോൾ ഈ പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു, പാസ് അതുവഴി പോകുന്ന കണ്ടായിരുന്നു, ഞങ്ങളുടെ വീട്ടിലൊന്ന് കയറി. അപ്പം അവനോട് ഞാൻ പറഞ്ഞു, വന്നോ കാണാം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കാരണം അന്ന് ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ
ആ പുള്ളിക്കാരന് വലിയ സന്തോഷമായി. പലരോടും പറഞ്ഞിട്ട് ഇനിപ്പാസ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളെ സമയമില്ലാത്ത സമയത്ത് ഓടി വന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു. ഞാനിത് ഒരു ഉദാഹരണമാണ് പറയുന്നത്. ഞാൻ എൻ്റെ കഥയല്ല ഈ പറയുന്നത്. കഥ പറയാനാന്നേ ഒത്തിരി ഉണ്ട്, ഒരുപാടുണ്ട്. കഥ പറയിക്കരുതെന്നുള്ളതാണ്. സ്തോത്രം. ഞാൻ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് പിന്നെയും ആ മനുഷ്യനെ കാണാൻ വീട്ടിൽ പോകാൻ ഒരു മടിയില്ല. കാരണം എന്നാണെന്നറിയോ? ആ മനുഷ്യന് നന്ദിയുള്ള ഹൃദയമുണ്ട്. ഇത് മനുഷ്യരോട് മാത്രമല്ല നമുക്ക് വേണ്ടത്. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞത്, ദൈവത്തോട് ഇതുണ്ടാകണം. ദൈവത്തോട് ഇതുണ്ടാകണം. ആ നന്ദിയുള്ള ഹൃദയം, സ്നേഹം പ്രകടമാക്കുന്ന മനോഭാവം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നല്ല ബന്ധങ്ങൾ നമുക്കുണ്ടാകത്തുള്ളൂ. ആയിരിക്കുന്ന സഹോദരി, ഞാൻ അവരെ സുപ്രീം എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ട് ഞാനും ജീനായും കൂടെ സാധനം മേടിക്കാൻ പോയപ്പോഴാണ് കാണുന്നല്ലേ. അവിടെ വെച്ചല്ലയോ നിങ്ങളുടെ മോളും ഉണ്ടായിരുന്നല്ലേ? അതെ. ഞാൻ ആ കടയിൽ ചെന്ന് നിന്നപ്പം ഓടി എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ടങ്ങ് കരഞ്ഞു. എന്നിട്ട് ജീനായോട് പറഞ്ഞു, സിസ്റ്ററെ, പാസ്റ്റർ പ്രാർത്ഥനയിൽ യേശു എന്നെ സൗഖ്യമാക്കിയതാ. ഹല്ലേലൂയ. പാസ്റ്ററെ, ഇന്ന് ആ സഭയും ആ പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ക്യാൻസർ രോഗിയായിരുന്നു. എത്ര വർഷം മുമ്പാണ് ഡയഗ്നോസ് ചെയ്ത സിസ്റ്ററെ? 3 വർഷം കഴിഞ്ഞു. 3 വർഷം മുമ്പാണ് ഡയഗ്നോസ് ചെയ്ത്. കർത്താവ് ഈ പ്രാർത്ഥനയിൽ വേണ്ട മോനെ, പ്രൊഫസി ഒന്നുമല്ല, അവിടെ പോയിക്കും. ഇത് ചിലരോടുള്ള പ്രൊഫസിയാണ്. ഇത് അവരോടുള്ള പ്രൊഫസി അല്ല, ഇത് നിന്നോടുള്ള പ്രൊഫസിയാണ്. ഹല്ലേലൂയ. കണ്ടോ, എത്രയോ ആളുകൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. പക്ഷെ എനിക്ക് അവരെ ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ഇരുന്നിട്ട് ഞാൻ അവരെ തിരിച്ചറിഞ്ഞു. പിടികിട്ടിയോ? എന്താ എന്നെ കാണിക്കല്ലേ മോനെ, മാറ്റിക്കോ എന്നെ ടി വിന്ന്. എന്താ ഇങ്ങോട്ട് തന്ന നീ, എന്താ ഇങ്ങോട്ട് ഇങ്ങനെ കാണിക്കുന്ന നിങ്ങളൊരു ഡിസ്റ്റർബൻസാ. ഇനി കാണിച്ചോ മോനെ, കേട്ടോ. ദൈവം തമ്പുരാനെ എത്രയധികം പരിഭവിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആരാ ബ്രദറെ? ദൈവദാസനെ. എത്ര പിള്ളേർ? 2 പേരോ? എനിക്ക് മനസ്സിലായി. മോനും മോളും. ആ പിള്ളേര് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുകയല്ലെങ്കിൽ, വർത്താനം പറയുകയല്ലെങ്കിൽ, അപ്പൻ എന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് സങ്കടമുണ്ടോ? നിങ്ങളുടെ 2 പിള്ളേർ തമ്മിൽ വഴക്കാം. ആ പിള്ളേർ 2 പേരും തമ്മിൽ മിണ്ടുകയില്ല, ഭക്ഷണം കഴിക്കാൻ ഒന്നിച്ച് വരികയില്ല, ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ഇരിക്കുകയില്ല. ഇങ്ങോട്ട് വിളിച്ചാൽ അവനുണ്ടെങ്കിൽ ഇവള് പോവും, ഇവളുണ്ടെങ്കിൽ അവൻ പോവും. ഈ സ്ഥിതിയാണെങ്കിൽ ഒരപ്പൻ എന്ന നിലയിൽ നിങ്ങൾക്ക് സങ്കടം വരുമോ? അങ്ങനെയാണ് എൻ്റെ അപ്പ എത്ര വിഷമിക്കുന്നുണ്ടെന്നറിയോ? അവൻ്റെ മക്കളായിരിക്കുന്നേ. ചിലത് തമ്മി കണ്ട മിണ്ടുകയില്ല, ചിലത് തമ്മി കണ്ട ചിരിക്കുകയില്ല, ചിലത് തമ്മി കണ്ട കൈ കൊടുക്കുകയില്ല. എൻ്റെ അപ്പൻ്റെ ഉള്ളം എന്തുമാത്രം കലങ്ങുന്നുണ്ടെന്നറിയാവോ? ഈ ഭൂമിയിലെ അപ്പനാകുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ 2 മക്കൾ തമ്മിൽ മിണ്ടാതെ വഴക്കടിച്ചിരുന്നാൽ പ്രയാസമുണ്ടെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും, ഈ ലൈവിൽ കാണുന്ന മുഴുവൻ ആളുകളും സ്വർഗത്തിലെ അപ്പന്റെ മക്കളാ. ആ അപ്പന്റെ മക്കൾ തമ്മിൽ ഈഗോയും പരിഭവവും പിണക്കവും വഴക്കുമായിട്ട് നടക്കുമ്പോൾ അതെന്തുമാത്രം പ്രയാസം സ്വർഗത്തിലെ അപ്പനുണ്ടാകും. അതുകൊണ്ട് ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരാകാതെ സ്നേഹത്തെ പ്രകടമാക്കുന്നവരാകുക. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ് അടുത്തിരിക്കുന്ന ആളെ ഒന്ന് ചേർത്ത് പിടിച്ചൊന്ന് അനുഗ്രഹിച്ച് അവരെ ഒന്ന് ബ്ലസ് ചെയ്ത്
ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ലൈവിലൊക്കെ ഈ മെസ്സേജ് കഴിയുമ്പോൾ ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാം ഞാൻ ഇന്നലെ രാവിലെ പാസ്റ്ററെ ഷിജിനെ ദൈവസന്നിധിയിൽ പറയുന്നു, ഇന്നലെ രാവിലെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഒന്ന് കൈ ഉയർത്തി പിടിച്ച് ഞാൻ അത് ഒന്നുകൂടെ പ്രാർത്ഥിക്കട്ടെ, അത് തന്നെ ഒന്നുകൂടെ പ്രാർത്ഥിക്കട്ടെ, അത് തന്നെ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഇപ്പോൾ ഈ ആലയത്തിലുള്ളവർക്കായി സ്തോത്രം, ലൈവിൽ ഞങ്ങളെ കാണുന്നവർക്കായി നന്ദി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് ഞങ്ങൾ നന്ദി പറയുന്നത്, ഞങ്ങളെ സഭയും ശുശ്രൂഷയും സ്നേഹിച്ചവർക്ക്, കർത്താവിൻ്റെ സഭയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഓഫറിംഗ് കൊടുത്തവർക്ക്, കൃത്യമായി ദശാംശം കൊടുക്കുന്നവർക്ക്, അവരുടെ ഇല്ലായ്മയിൽ നിന്നും കരുതിയവർക്ക്, അവരുടെ സമയവും ആരോഗ്യവും ഒക്കെ ചെലവഴിച്ചവർക്ക് ഞാൻ നന്ദി പറയുന്ന കർത്താവ്. ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്ന പിതാവ്, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്ന കർത്താവേ. ആരൊക്കെ അടിയങ്ങളെ സഹായിച്ചിട്ടുണ്ടോ, ആരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ കർത്താവേ, ഒരു ചില്ലി കാശെങ്കിലും ആലയത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടോ, കരുതിയിട്ടുണ്ടോ, ഒരു ഭക്ഷണമെങ്കിലും മേടിച്ചു തന്നിട്ടുണ്ടോ, അവരെ എല്ലാം ഓർത്തും കർത്താവിന് നന്ദി പറയുന്നു. ഞാൻ അവരെ അനുഗ്രഹിക്കുന്ന കർത്താവ് യേശുവിൻ നാമത്തിൽ തന്നെ. ഞാനിപ്പോ പരസ്യമായി പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന എല്ലാ ദിവസവും രഹസ്യമായി ഞാൻ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾക്കതറിയാം. എല്ലാവരും എന്നെ ഒന്ന് കണ്ണ് തുറന്ന് നോക്കി. എൻ്റെ പൊന്ന സഹോദരങ്ങളെ, നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദിയുള്ളവനാണ്. ജിജി പാസ്റ്റർ, ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാർ, ദൈവദാസന്മാർ, നിങ്ങളില്ലായിരുന്നെങ്കിൽ ഈ ശുശ്രൂഷയില്ലായിരുന്നു. പലരും തകർക്കാൻ ശ്രമിച്ചപ്പോൾ, പലരും ഇല്ലായ്മ ചെയ്യാൻ നോക്കിയപ്പോൾ, പലരും തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ, അസൂയയോടെ പെരുമാറിയപ്പോൾ, ഞങ്ങളുടെ പാസ്റ്റർ, ഞങ്ങളുടെ ചർച്ച, ഞങ്ങളെ അനുഗ്രഹിച്ച ഇടമാണ്, ഞങ്ങളുടെ ദൈവദാസൻ, ഞങ്ങളുടെ കൂട്ടായ്മയാണ്, ഞങ്ങളെ ദൈവം കൊണ്ടുവന്നിരുത്തിയ ഇടമാണ്. ഈ മനോഭാവത്തോടെ പെരുമാറിയ എല്ലാവരോടും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഇല്ലായ്മയിൽ നിന്നും, വണ്ടിക്കൂലി പോലും ഇല്ലാതിരുന്നിട്ടും ആ വണ്ടിക്കൂലിക്ക് വെച്ച കാശ് പോലും ചില പ്രിയപ്പെട്ടവര് കർത്താവിൻ്റെ ആലയത്തിന് വേണ്ടിയും കർത്താവിൻ്റെ നാമമഹത്വത്തിനും തൻ്റെ പ്രവർത്തനത്തിനുമായി കൊടുത്ത പലരുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ മറന്നു കളയുകയില്ല കേട്ടോ. എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഞാൻ എപ്പോഴും പറയും, ഈ ഫ്രണ്ടിൽ കുറേ അമ്മച്ചിമാരുണ്ടെന്ന്, ഒരാളെ കാണുന്നില്ലല്ലോ. എവിടാ ആ അമ്മച്ചി ഇന്ന് വന്നിട്ടില്ലയോ? ഇല്ല. ഞാൻ ഈ അമ്മച്ചിമാരെ എല്ലാം നോക്കും. ഇവിടെ ഈ ഫ്രണ്ടിലിരിക്കുന്നത് എത്ര വർഷമായിട്ട് വരുന്നതെന്നറിയാമോ? കർത്താവെ, എനിക്ക് പരിചയമുള്ള എല്ലാ മുഖങ്ങളും ഞാൻ നോക്കും. ഇവിടെ ഇന്റർസെഷൻ്റെ പ്രെയറൊക്കെ നടക്കുമ്പോൾ ഒത്തിരി പാവപ്പെട്ട അമ്മമാർ വന്നിരുന്ന് പ്രാർത്ഥിക്കും. നിങ്ങൾക്കറിയാമോ അത്? വലിയ ബെൻസ് കാറും ടയോട്ടയുടെ വണ്ടിയൊന്നും ഉള്ളവനെ ഞാൻ കാണുന്നില്ല. പക്ഷെ 3ഉം 4ഉം ബസ് കയറി ആട്ടോറിക്ഷ വിളിച്ച് ഈ ചർച്ചിനകത്ത് വന്നിരുന്ന് അവരുടെ ദൈവദാസനെയും സഭയും ചേർത്ത് പിടിക്കുന്നവരുണ്ട്. നിങ്ങൾ എഴുതി വെച്ചോ, ദൈവത്തിൻ്റെ ആലയത്തെയും കർത്താവിൻ്റെ നാമത്തെയും മറന്നു കളയാത്തവരെ മറന്നു കളയാത്തൊരു ദൈവം ജീവിക്കുന്നു. ചിലർ ചർച്ചിൻ്റെ പണികൾക്ക് വേണ്ടി കൊടുത്തു, അവർക്ക് വീണ്ടും കൊടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവരുടെ സാഹചര്യം അവരെ അനുവദിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും ദൈവം നിങ്ങളെ കരുതും, ദൈവം നിങ്ങളെ സഹായിക്കും. ക്രിസ്തുവോ നാം പാപികളായിരുന്നപ്പോൾ, ശത്രുക്കളായിരുന്നപ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചെങ്കിൽ അങ്ങനെ തന്നെ സ്നേഹിക്കാൻ, ആ സ്നേഹം പ്രകടമാക്കാൻ. ഒന്ന് പറഞ്ഞ കർത്താവേ, എനിക്ക് പലപ്പോഴും സ്നേഹം പ്രകടമാക്കാൻ പറ്റുന്നില്ല, അതിനൊരു കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ച് കൈ പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞ കർത്താവ്, എൻ്റെ അപ്പനോട്, അമ്മയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, എൻ്റെ മീതെയുള്ള ദൈവദാസന്മാരോട്, എൻ്റെ സഹപ്രവർത്തകരോട് ഒരു കടുംവെട്ട് സ്വഭാവമാണ്, അതൊന്ന് മാറ്റി തരണേ കർത്താവേ. എനിക്ക് ആ സ്നേഹം ഒന്ന് പ്രകടമാക്കാനുള്ള കൃപ തരണേ എന്നൊന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സകലരിലേക്കും കർത്താവ് കൃപ നൽകട്ടെ. അവസാനമായി കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മരണത്തിന് തൊട്ടു മുൻപ്, നിങ്ങൾ റെഡിയാണോ?
മരണത്തിന് തൊട്ടു മുമ്പ് ക്രൂശിൽ കിടന്ന് പറഞ്ഞ 7 മൊഴികൾ, 7 വാക്കുകളുണ്ട്. അതും ഒന്ന് വായിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 1:30 മണിക്ക് ഈ സർവീസ് അവസാനിപ്പിക്കും. സാധാരണ ഇന്ന് പള്ളികളിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം 3:30 മണി 4 മണി വരെയാ ദുഃഖ വെള്ളിയാഴ്ചയുടെ ശുശ്രൂഷ നടക്കുന്നത്. ഇവിടെ 1:30 കഴിഞ്ഞു പോയാൽ ദുഃഖം കൂടും. അതുകൊണ്ട് ഞാൻ 1:30, കാരണം അതുപോലത്തെ ചൂടാ, അമ്മാതിരി ചൂടാ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൊടും ചൂടത്ത് നിന്നൊരു വിമോചനം അടുത്ത വർഷം നമുക്കുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ ചർച്ചയിൽ ഒന്ന് ആരാധിക്കാൻ? ഹല്ലേലൂയ. ഒന്നാമത്തെ വാക്ക് ലൂക്കോസ് വിശേഷം 23-ാം അധ്യായം 34-ാം വാക്യം. ജിജി പാഷ പെട്ടെന്ന് വായിക്കണം. സിജോ പാഷ അടുത്ത വാക്യം എടുത്തേ. ലൂക്കോസ് 23:43 സിജോ പാഷ എടുത്തേ. ലൂക്കോസ് 23:34 ജിജി പാഷ വായിച്ചേ. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. യേശു കർത്താവിന്റെ ക്രൂശിലെ ഒന്നാമത്തെ മൊഴി, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട്. ഇവരാരോടാണ് ഈ പ്രവർത്തിക്കുന്നത്, ഇവരെന്താണ് ഈ ചെയ്യുന്നത് എന്നറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. 23:43 യേശു അവനോട്, ഇന്നു നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന്. ക്രൂശിൽ കർത്താവ് യാഗമാകുമ്പോൾ കർത്താവിന്റെ ഇടത്തും വലത്തും 2 കള്ളന്മാരെയും കൂടെ ക്രൂശിച്ചിരുന്നു. അതിലെ ഒരു കള്ളൻ വലത്ത് കിടന്ന കള്ളനാണെന്നോ ഇടത്ത് കിടന്ന കള്ളനാണെന്നോ ബൈബിൾ എഴുതിയിട്ടില്ല. അതിലെ തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തനെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ യേശുവിനോട്, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. മറ്റേ കള്ളൻ പറഞ്ഞു, ഞങ്ങളെയും കൂടെ ഓർക്കണമേ. ഇവൻ പറഞ്ഞു, എന്നെയും കൂടെ ഓർക്കണമേ. കാരണം രക്ഷ വ്യക്തിപരമാണ്, ദൈവത്തോടുള്ള ബന്ധം വ്യക്തിപരമാണ്. യേശു അവനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് സത്യമായും ഞാൻ നിന്നോട് പറയുന്നു. ഹല്ലേലൂയ. നീ നിന്റെ കൂടെ പറുദീസയിൽ ഇരിക്കും. ക്രൂശിലെ 3-ാമത്തെ മൊഴി യോഹന്നാൻ 19:26, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. അയ്യോ, അതൊക്കെ മണിക്കൂറുകൾ പ്രസംഗിക്കേണ്ടതായ ഒരു ഭാഗമാണ്. ഈ ഒരൊറ്റ വാക്യത്തിൽ നിന്ന് യേശു കർത്താവിൻ്റെ ദൈവീകത്വത്തെയും സ്നേഹത്തെയും കരുതലിനെയും തെളിയിക്കാൻ കഴിയും. ഹല്ലേലൂയ. യോഹന്നാൻ 19:27 വാക്യത്തിലാണ് ക്രൂശിലെ 4-ാമത്തെ മൊഴി. യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. യോഹന്നാൻ 19:27. അതിന്റെ അടുത്ത വാക്യം വായിച്ചേ പെട്ടെന്ന്. അവിടെ പുളിച്ച വീഞ്ഞ്, അത് തന്നെ 28-ാമത്തെ വാക്യം. 28-ാമത്തെ വാക്യം. അതിനുശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. യേശു കർത്താവിന് ശരിക്കും ദാഹിച്ചത്, ദൈവപുത്രന് ദാഹിച്ചത് തൻ്റെ ജനത്തിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള ദാഹമായിരുന്നു, തൻ്റെ ജനത്തിൻ്റെ വിടുതലിനെ കുറിച്ചുള്ള ദാഹമായിരുന്നു. 5-ാമത്തെ ക്രൂശിലെ മൊഴി മത്തായി 27:46 മർക്കോസ് 15:34 എഴുതിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്നർത്ഥമുള്ള എലോഹീം എലോഹീം ലമാ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. ഈ ഒരു ഭാഗത്തെ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, യേശുവോ തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടെ അഭയയാചനയും പ്രാർത്ഥനയും കഴിച്ചു എന്ന എബ്രായർ 5:7 എഴുതിയിട്ടുണ്ട്. ഇവിടെ ജനനം മുതൽ മരണം വരെ തിരസ്കരണം അനുഭവിച്ചവനാണ് ദൈവപുത്രനായ യേശു. എന്നാൽ ക്രൂശിൽ കിടക്കുമ്പോൾ, പെട്ടെന്ന് പറയാം, ജനിക്കാൻ ഇടം കൊടുക്കാതെ വഴിയമ്പലം അവനെ തള്ളി, ജനിച്ച സ്ഥലത്ത് വളരാൻ കഴിയാതെ കുഞ്ഞുമായിട്ട് ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നു. വളർന്നു കഴിഞ്ഞപ്പോൾ യേശുവിനെ കുറിച്ച് ഒന്നാമത് സാക്ഷ്യം പറഞ്ഞ സ്നാപക യോഹന്നാൻ തന്നെ യേശുവിനെ
കുറിച്ച് ആളയച്ച് ചോദിപ്പിച്ച് വരാനുള്ളവൻ നീയോ അതോ വേറെ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണമോ? യേശു അവരോട് പറഞ്ഞു, എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. യേശു കർത്താവിനെ ശിഷ്യന്മാരെല്ലാം വിട്ട് ഓടിപ്പോയി. യൂദ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു. എല്ലാ മേഖലയിലും റിജക്ഷൻസ്, തിരസ്കരണങ്ങൾ അനുഭവിച്ച കർത്താവ്. യഹൂദന്മാർ അവനെ ശമര്യൻ എന്ന് വിളിച്ചു, ഭൂതഗ്രസ്തൻ എന്ന് വിളിച്ചു. യഹൂദന്മാർ അവനോട് നിന്റെ പിതാവാരെന്ന് ചോദിച്ചു. നീ വ്യഭിചാരപുത്രൻ എന്ന് പറഞ്ഞു. അവനെ എറിയാൻ കല്ലെടുത്തു. ഇങ്ങനെ ജീവിതത്തിൽ ഉടനീളം റിജക്ഷൻസ്, തിരസ്കരണങ്ങൾ അനുഭവിച്ച കർത്താവ്, തെറ്റിദ്ധരിക്കപ്പെട്ട സമൂഹത്തിന്റെ ഇടയിൽ ജീവിച്ച കർത്താവ്, ക്രൂശിൽ കടന്ന് ഒടുവിൽ പിതാവിനോട് ചോദിച്ച ചോദ്യമാണ്, എൻ്റെ പിതാവേ നീയും എന്നെ കൈവിട്ടുവോ? ലൂക്കോസ് 23:46 അതിന്റെ 6ാമത്തെ മൊഴി കാണാം. യേശു അത്യുച്ചത്തിൽ, പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ പ്രാണനെ വിട്ടു. ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, യേശു തൻ്റെ ആത്മാവിനെ പിതാവിന്റെ കയ്യിലേക്ക് കൊടുത്തതാണ്. ശത്രു എടുത്തതല്ല, അവൻ തന്നെ കൊടുത്തതാണ്. നിങ്ങൾക്ക് ഒരക്ഷരം പിടി കിട്ടിയില്ലെന്നറിയാൻ ചൂടുകൊണ്ട. ശത്രു അവന്റെ ആത്മാവിനെ എടുത്തതല്ല, അവൻ തന്നെ സ്വയമായി പിതാവിന്റെ കയ്യിൽ കൊടുത്തതാണ്. ഹല്ലേലൂയ. അങ്ങനെ എടുക്കാൻ എല്ലാവനെയും കൊണ്ട് പറ്റത്തില്ല. അവൻ ദൈവിക വാഗ്ദത്തം നിർവഹിക്കുവാൻ വേണ്ടി കൊടുത്തതാണ്, പ്രാണനെ കൊടുത്തതാണ്. 7ാമതായി ക്രൂശിലെ അവസാനത്തെ മൊഴി യോഹന്നാൻ 19:30 യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. നിവർത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം, ഈ ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ സഭയോട് കൂടി വന്നവരോട് പറയുന്നു, 33.5 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ, ദൈവപുത്രനായ യേശു ക്രൂശിൽ കിടന്ന് പറയുന്നു, എവറിത്തിങ് ഈസ് ഡൺ. സകലതും നിവർത്തിയായി. നിനക്ക് വേണ്ടത് മുഴുവൻ, നിങ്ങൾക്ക് വേണ്ടത് മുഴുവൻ കർത്താവ് ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു. സകലതും നിവർത്തിയായി. ഇനി ഇന്നൊരു സൗഖ്യമോ ഒരു വിടുതലോ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാക്യം എടുത്തുയർത്തി പറയാൻ കഴിയണം, കർത്താവേ, കുറച്ച് ബാക്കി വെച്ചിട്ടല്ല അങ്ങ് മരിച്ചത്, കുറച്ച് നീക്കി വെച്ചിട്ടല്ല അങ്ങ് അടക്കപ്പെട്ടത്, കുറച്ച് മാറ്റി വെച്ചിട്ടല്ല അങ്ങ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തത്. എനിക്ക് വേണ്ടി സകലവും നിർവഹിച്ചു. എവറിത്തിങ് ഇസ് ഡൺ. സകലതും നിവർത്തിയായി, സകലതും നിവർത്തിയായി. പ്രവാചകനായ യെശയ്യാവ് പറയുന്നു, അവന്റെ ആട്ടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ നിന്റെ അകൃത്യങ്ങളെ വഹിച്ചു. നിന്റെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നിവർത്തിയായി, ഒന്നും ബാക്കി വെച്ചിട്ടല്ല. ഈ ഭൂമിയിൽ ആർക്കങ്ങനെ ഒരു മരണം ഉണ്ടായിട്ടുണ്ട്? 70 വയസ്സുള്ളവൻ ഇവിടെ മരിക്കുമ്പോഴും ആഗ്രഹങ്ങൾ ബാക്കി വെച്ചാണ് മരിക്കുന്നത്. 85ാമത്തെ വയസ്സിൽ മരിച്ചവനും ഇനിയും ചിലതും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. ഈ ഭൂമിയിൽ ജീവനെ, ആത്മാവിനെ പിതാവിന്റെ തൃക്കരങ്ങളിൽ 33.5 വയസ്സിൽ യേശു ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തിരുവായി കൊണ്ട് അരുളി ചെയ്തു, ന്യായപ്രമാണം നിവർത്തിയായി, തിരുവെഴുത്തുകൾ നിവർത്തിയായി, വാഗ്ദത്തങ്ങൾ നിവർത്തിയായി, ദൈവപ്രവർത്തികൾ നിവർത്തിയായി. സ്വർഗത്തിലെ അപ്പ അങ്ങ് എന്നെ ഏൽപ്പിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചതായ സകല ദൗത്യങ്ങളും നിവർത്തിയായി. ഈ ഗുഡ് ഫ്രൈഡേയിൽ ചില ഫുൾഫിൽമെന്റുകൾ ഉണ്ടാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പെൻഡിങ് ആയി നിൽക്കുകയല്ല, വീണ്ടും ബാലൻസ് ആയി നിൽക്കുകയല്ല.
ചിലത് ഇന്ന് പകലിൽ നിവർത്തീകരിക്കപ്പെടട്ടെ, നിവർത്തീകരിക്കപ്പെടട്ടെ, നിവർത്തീകരിക്കപ്പെടട്ടെ. നിന്നോടുള്ള വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടട്ടെ. നിന്റെ തലമുറയോടുള്ള വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടട്ടെ. നിന്റെ മേലുള്ള വചനങ്ങൾ നിവർത്തീകരിക്കപ്പെടട്ടെ. രോഗികളായിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ, എഴുന്നേറ്റ് നിന്നാട്ടെ. ലിഫ്റ്റ് യുവർ ഹാൻഡ്. രോഗികളായിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവത്തിന്റെ ആത്മാവേ, നീ എന്നോട് ഇടപെട്ടല്ലോ, ഇന്ന് ഒത്തിരി പേർ സൗഖ്യമാകുമെന്ന് ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുന്നു. എല്ലാവരും മരിച്ചുവെന്ന്. ജീവിക്കുന്നവർ താങ്കൾക്കായിട്ടല്ല, തങ്ങൾക്കായി ജീവനെ തന്നവനായിട്ട് അത്ര എന്ന് എഴുതിയിരിക്കുന്നത് പോലെ. അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഈ സ്തുതി, ഈ ദൈവത്തോട് നന്ദിയുള്ളവർ അത് പറഞ്ഞേ, വാ തുറന്ന് പറഞ്ഞേ, നന്ദിയോടെ പറഞ്ഞേ. Thank you, Holy Spirit of God. വായ്കൾ തുറന്ന് പറഞ്ഞേ. സകലവും നിവൃത്തിയായി എന്ന് വാഗ്ദത്തം ചെയ്തവനെ 3 ക്യാൻസർ പേഷ്യന്റുകൾ ഇതിൽ കർത്താവ് ഹീൽ ചെയ്യുകയാണ്. ഇവിടെ ഒരു വ്യക്തിയുണ്ട്, ആ ഭാഗത്ത് ഒരാളുണ്ട്, ആ ഏരിയയിൽ ഒരാളുണ്ട്. 3 പേർ ഇവിടെ, അവിടെ, ആ ഭാഗത്ത് 3 പേർ കർത്താവിനാൽ ഇന്ന് പകൽ സൗഖ്യം പ്രാപിക്കുകയാണ്. കണ്ണുകൾക്കകത്ത് ഹീലിംഗ് ഉണ്ടാകട്ടെ. കർത്താവേ, നീ അടിപ്പിണരുകൾ ഏറ്റെടുത്തത് ഞങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയാണ്, ഞങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയാണ്, ഞങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, യേശു കർത്താവിന്റെ ഒറ്റ മുറിവിൽ നിന്നാണ് എൻ്റെ വിമോചനത്തിനും വിശുദ്ധീകരണത്തിനുമുള്ള രക്തമൊഴുകിയതും അതേ മുറിവിൽ നിന്നാണ് എനിക്ക് സൗഖ്യമുണ്ടായത്. നിങ്ങളെന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ ദിവസം കർത്താവ് അടികളേറ്റതും ക്രൂശിതനായതും എല്ലാവരും ഓർക്കുമ്പോൾ കേവലം ഒരു ഓർമ്മയല്ല, ഇന്ന് ആ ക്രൂശിൽ നടന്ന കൈമാറ്റങ്ങൾ, ആ ക്രൂശിൽ ചിലത് കൈമാറിയിരുന്നു. എന്നെ ഒന്ന് നോക്കിയാൽ ഞാൻ വിടുവിക്കപ്പെടാനുള്ളവരോട് പറയാം, ആ ക്രൂശിൽ യേശു ചിലത് എക്സൈൻ ചെയ്തിരുന്നു, ചിലത് കൈമാറിയിരുന്നു. അവിടെ നിന്ന് വന്ന കൈമാറ്റമാണ് അടിമത്തത്തിൽ നിന്ന് തന്റെ മരണത്താൽ എന്നെ പുത്രനാക്കി മാറ്റിയത്. അനീതിയിൽ നിന്ന് എന്നെ നീതിമാനാക്കി മാറ്റിയത്. അശുദ്ധിയിൽ നിന്ന് എന്നെ വിശുദ്ധീകരിച്ചത്. എനിക്ക് വിരോധവും പ്രതികൂലവുമായി എഴുതിയ കൈയെഴുത്തുകളെ മായ്ച്ചു കളഞ്ഞത്. അതിനകത്തുനിന്ന് വെളിപ്പെട്ടതാണ് എന്റെ മരണം മാറി എനിക്ക് ജയം വന്നത്. ഓ റബ ശതല